ജീവിതത്തിൽ പല രീതിയിലുള്ള വിഷമങ്ങൾ വരും. ആ വിഷമങ്ങൾ വരുമ്പോൾ ഭഗവാനെ വിളിക്കാൻ ഒരു തടസ്സം ഉണ്ടാവരുത്. നാവ് കുഴയാൻ പാടില്ല, നാമം ജപിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാമം ജപിക്കുന്നവർക്ക് ഭഗവാൻ ഒരു കവചമായിട്ട് നിൽക്കും എന്ന് നാരായണ കവച മന്ത്രം ദേവന്മാർക്ക് വിശ്വരൂപൻ ഉപദേശിച്ചു കൊടുത്ത കഥ പറഞ്ഞു. വിശ്വരൂപൻ ദേവന്മാരുടെ ഗുരുവായിട്ടിരിക്കുമ്പോൾ വിശ്വരൂപനെ കൊണ്ട് ദേവന്മാർ പല പല യാഗങ്ങളും ചെയ്യിക്കും. ആ സമയത്ത് വിശ്വരൂപൻ്റെ അമ്മ അസുരസ്ത്രീയാണ്. രചന എന്ന അസുരസ്ത്രീയാണ് അമ്മ. അച്ഛൻ ദേവനായിട്ടുള്ള തൊഷ്ടാവ്. അപ്പോൾ വിശ്വരൂപൻ യാഗം ചെയ്യുമ്പോൾ കുറേശ്ശെ ഹവിസ് അസുരന്മാർക്ക് കൊടുക്കും, തൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക്. ദേവന്മാർക്ക് ഹോമിക്കണ കൂട്ടത്തിൽ അസുരന്മാർക്കും ഹോമദ്രവ്യങ്ങൾ ഹോമിക്കണ സമയത്ത് ഇത് കണ്ട ദേവേന്ദ്രൻ ആ വിശ്വരൂപൻ്റെ ശിരസ് ഛേദിച്ചു എന്നാണ്. വിശ്വരൂപന് 3 ശിരസ്സുണ്ട്. അച്ഛൻ ദേവനാവ് കാരണം സ്വർഗത്തിൽ പോകുമ്പോൾ അമൃത് കഴിക്കണം, ഒരു തലയുണ്ട്. അമ്മ അസുരസ്ത്രീയാവുക കാരണം അമ്മയുടെ ഭവനത്തിൽ പോകുമ്പോൾ അവിടെ മദ്യം കഴിക്കണം, അതിനൊരു തല. പിന്നെ ബ്രഹ്മജ്ഞാനം നേടിയ ബ്രാഹ്മണനാണ്, അതുകൊണ്ട് അന്നം കഴിക്കണം, അതുകൊണ്ട് അതിനായിട്ടൊരു തല. അന്നം കഴിക്കാനും മദ്യം കഴിക്കാനും അമൃത് കഴിക്കാനുമായിട്ട് 3 തല. ഈ 3 തലയും കെട്ടിയെന്നാണ് ദേവേന്ദ്രൻ. ഗുരുനാഥൻ്റെയാണ് തല വിടണത്. വിശ്വരൂപൻ്റെ ആ തപശക്തി കൊണ്ട് 3 തലയും 3 പക്ഷികളായിട്ട് മാറി. കളവിംഗ പക്ഷി, കപിഞ്ചല പക്ഷി, കിത്തിരി പക്ഷി എന്ന 3 പക്ഷികളായിട്ട് മാറിയിട്ടേ. വിശ്വരൂപനെ നിഗ്രഹിച്ചതോടുകൂടി ദേവേന്ദ്രന് ബ്രഹ്മഹത്യാപാപം വന്നു. ബ്രഹ്മജ്ഞാനം നേടിയ ആളെയല്ലേ നിഗ്രഹിച്ചത്. ആ പാപം ഇരിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കാൻ ദേവേന്ദ്രനായിട്ടിരിക്കാൻ പറ്റില്ല. അവിടെ സഹായിക്കാനായിട്ട് മഹർഷിമാർ വന്നിട്ട് പറഞ്ഞു, ഈ പാപം ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ടെങ്കിൽ രക്ഷപ്പെടാം. ആരെ ഏറ്റെടുക്കാൻ പുറപ്പെട്ടത്? പാപത്തെയാണ് ഏറ്റെടുക്കണത്. വേറെ വല്ല വസ്തുവാണെന്ന് തിരക്കണില്ല, അതേ കുറച്ച് സ്ഥലമുണ്ട്, ആർക്കും വേണ്ടാണ്ടിരിക്കണോ, അതൊന്നും ഏറ്റെടുക്കുക വെച്ചാൽ ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ടാവും. ബ്രഹ്മഹത്യാപാപത്തെ ആരെങ്കിലും ഏറ്റെടുക്കുക? അവസാനം ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ആരെങ്കിലും ഈ ബ്രഹ്മഹത്യാപാപം ഏറ്റെടുക്കാൻ തയ്യാറായാൽ അവർക്ക് ഓരോ അനുഗ്രഹം കൂടി കൊടുക്കാമെന്ന് പറഞ്ഞു. അത്രേ വളരെ കാലം തപസ് ചെയ്താലാണ് ദേവന്മാരെ കാണാൻ പറ്റുക. അങ്ങനെ ദേവന്മാരെ പ്രത്യക്ഷപ്പെടുത്തി ദേവന്മാരിൽ നിന്നും അനുഗ്രഹം വാങ്ങാം കുറേ തപസ് ചെയ്താൽ. അങ്ങനെ തപസ് ചെയ്താൽ കിട്ടുന്ന അനുഗ്രഹം തപസ് ചെയ്യാണ്ട് തന്നെ കൊടുക്കാം, ഈ ബ്രഹ്മഹത്യ ഏറ്റെടുക്കാൻ തയ്യാറായാൽ മതി. അപ്പോഴാണ് അത്ര 4 പേര് ചെന്നത്. സ്ത്രീകൾ, ഭൂമി, വെള്ളം, മരങ്ങൾ. ഇവർ 4 പേരും ചെന്നു. അത്രേ 4 പേരും ചെന്നപ്പോൾ ബ്രഹ്മഹത്യാപാപത്തെ 4ആയിട്ട് ഛേദിച്ചു. 4ആയിട്ട് ഭാഗിച്ചിട്ട് 4ൽ ഒരു ഭാഗം സ്ത്രീകൾക്ക് കൊടുത്തു. അത്രേ അതാണ് സ്ത്രീകളിൽ പ്രതിമാസം കാണുന്ന അശുദ്ധി ഈ ബ്രഹ്മഹത്യാപാപം അമ്മയ്ക്ക് വാങ്ങിയതാണ്. അത്രേ അതുകൊണ്ട് അവർക്ക് മാസത്തിൻ്റെ 1/4 ഭാഗം അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല. 1/4 ഭാഗം വാങ്ങിയുകൊണ്ട് 7 ദിവസം അമ്പലത്തിലേക്ക് പോകാൻ പറ്റാണ്ടേ ഉള്ളൂ. അത് പകുതി എങ്ങാൻ വാങ്ങിയിരുന്നത് 15 ദിവസം പോകാൻ പറ്റില്ല. മുഴുവൻ വാങ്ങിയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല. അന്ന് 1/4 ഭാഗം ഏറ്റെടുക്കുക കാരണം ഇന്നും അവർക്ക് 1/4 ഭാഗം ആ അശുദ്ധി സമയത്ത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. അന്ന് ബ്രഹ്മഹത്യാപാപത്തിൻ്റെ ഭാഗമാണത്. പിന്നെ ആ സമയത്ത് സ്ത്രീകൾക്ക് കൊടുത്ത അനുഗ്രഹം എന്താ വെച്ചാൽ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ എവിടെയാണോ പുരുഷന്മാർ ബഹുമാനിക്കുന്നത് അവിടെ എല്ലാ ദേവന്മാരും സന്തോഷിച്ചോളും. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. സ്ത്രീകളെ ബഹുമാനിക്കുക. ഇന്ന് അതിന് വിപരീതം ധാരാളം നടക്കുന്നുണ്ട്. സ്ത്രീകളെ അപമാനിക്കൽ ധാരാളം നടക്കുന്നുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്ന ദിക്കിൽ കലിയോടാണ് ചെന്നിരുന്നോളാൻ പറഞ്ഞത്, അവിടെ നശിപ്പിച്ചോളാൻ പറഞ്ഞത്. ഒരു സ്ത്രീക്ക് പോലും തൻ്റെ ഭരണകാലത്ത് ഒരു വിഷമവും വരണില്ല എന്ന് ഭരണാധികാരി ഉറപ്പുവരുത്തേണ്ടത്. ഒരു സ്ത്രീക്ക് പോലും അല്ലേ, ഇവിടെ ഒരു സ്ത്രീ കാരണം ഭരണാധികാരികളാകെ കൊടുത്തിരിക്കുന്ന കാലം അല്ലേ. ഓരോ ആൾക്കാർക്കും ഓരോ സ്ത്രീ കാരണം, എല്ലാവർക്കും ഉണ്ട്, ഒരാൾക്ക് മാത്രമൊന്നുമല്ല. ഒരു സ്ത്രീ കാരണമാണ്. എന്തേ കാരണം? സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതിന് പകരം അവരെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുക, അനാവശ്യ കാര്യങ്ങൾക്ക് സ്ത്രീകളെ ഉപയോഗിക്കുക കാരണമല്ലേ എങ്ങനെ അബദ്ധം വരുന്നത് അല്ലേ. കള്ളക്കടത്തായാലും അതിക്രമമായാലും നല്ല കാര്യങ്ങൾക്ക് അമ്പലത്തിൽ പൂജ ചെയ്യുകയാണ്. സ്ത്രീകളെ ഒരുമിച്ചിരുത്തി വിളക്ക് വെച്ചിട്ട് സർവൈശ്വര്യ പൂജ നടത്തി വല്ല ദോഷം ഉണ്ടാവുമോ? സ്ത്രീകളെ വിളിച്ചു വരുത്തിയിട്ട് അമ്പലത്തിൽ തിരുവാതിരക്കളി നടത്തി വല്ല കുഴപ്പമുണ്ടോ? സ്ത്രീകളെ വിളിച്ചു വരുത്തിയിട്ടതേ അവിടെ അന്നദാനമുണ്ട്, ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് സ്ത്രീകളെ നിർത്തി കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഈ അനധികൃതമായിട്ടുള്ള അധർമ്മകാര്യങ്ങൾക്ക് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശ്രീ ആണ് അല്ലേ.
ഐശ്വര്യമാണ്, ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. ഈ താലെടുക്കാൻ എവിടെയെങ്കിലും പുരുഷന്മാരെ കാണാറുണ്ടോ? കല്യാണത്തിന് താലെടുക്കുക, വരനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുക, വരനെ എഴുന്നള്ളിക്കാൻ പുരുഷന്മാർ താലെടുക്കുക, വധുവിനെ എഴുന്നള്ളിക്കാൻ പെണ്ണുങ്ങൾ താലെടുക്കുക. അങ്ങനെ ആയിക്കൂടെ? ഇത് രണ്ടിനും സ്ത്രീകൾ തന്നെ. എന്തേ? സ്ത്രീയാണ് ഐശ്വര്യം. അഷ്ടമംഗല്യം എടുക്കാൻ പുരുഷന്മാരല്ല, സ്ത്രീകൾ വേണം. കാരണം ആ സ്ത്രീയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയാണ് എട്ടാമത്തെ ഐശ്വര്യം, ആ മംഗല്യം. ആ തട്ടിൽ 7 മംഗല്യം ഉണ്ടാവുള്ളൂ, മംഗളവസ്തുക്കളെ ഉണ്ടാവുള്ളൂ. എട്ടാമത്തെ മംഗല്യം എന്ന് പറഞ്ഞാൽ ആ തട്ടെടുത്തിരിക്കുന്ന ആ സ്ത്രീയുടെ കഴുത്തിലുള്ള താലിയാണ് എട്ടാമത്തെ മംഗല്യം, അഷ്ടമംഗല്യം. മംഗല്യ സ്ത്രീകൾ വേണം, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ വേണം എടുക്കാനായിട്ട്. 10 വയസ്സുള്ള പെൺകുട്ടിയോട് താലെടുത്തോളാൻ പറയും. അഷ്ടമംഗല്യം മംഗല്യ സ്ത്രീകൾ വേണം. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളസ്വരൂപിണിയാണ്, ഐശ്വര്യ ദേവതയാണ്, ബഹുമാനിക്കേണ്ടതാണ്. അതല്ലേ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിറപറയും നിലവിളക്കൊക്കെ വെച്ചിട്ട് സ്വീകരിച്ചിട്ടല്ലേ കൊണ്ടുവരിക? എന്നാൽ വേണേ കയറി പോരും എന്ന് പറഞ്ഞല്ലോ. നിറപറയും നിലവിളക്കൊക്കെ വെച്ചിട്ട് കാരണവന്മാരുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് കൊണ്ടുവരിക, അല്ലേ? അങ്ങനെ കൊണ്ടുവന്ന സ്ത്രീയെ മദ്യപിച്ച് വന്നിട്ട് ഉപദ്രവിക്കുക, മറ്റു പല രീതിയിലും വിഷമിപ്പിക്കുക, ഇത് ചെയ്യുന്ന ദിക്കിൽ എന്ത് ഐശ്വര്യം, എന്ത് സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. ദേവന്മാർ കൊടുത്ത അനുഗ്രഹമാണ്. സ്ത്രീകളെ ബഹുമാനിക്കുന്നിടത്ത്, സ്ത്രീകൾക്ക് യാതൊരു വിഷമവുമില്ലാണ്ട് അവരെ പരിപാലിക്കുന്നിടത്ത് എത്ര നാരീവസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, സകല ദേവന്മാരും അവിടെ സന്തോഷിച്ചോളുന്ന. അവിടെ ഒരു ഈശ്വരാരാധന നടത്തിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സ്ത്രീയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, സ്ത്രീയെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയ്ക്ക് യാതൊരു വിഷമവും അറിയിക്കാതെ ആ ഭാര്യയെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന് പിന്നെ ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് ആരാധന ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാ ദേവന്മാരും സന്തോഷിച്ചോളാം എന്ന് അന്ന് വാക്കു കൊടുത്തിട്ടുണ്ട്. സ്ത്രീ അത്രയ്ക്ക് ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുന്നത് ദേവന്മാർക്ക് സന്തോഷിച്ചോളാം എന്ന അനുഗ്രഹം കൊടുത്തു. പിന്നെ വൃക്ഷങ്ങളിലാണ് അത്രേ രണ്ടാമത്തെ ആ ബ്രഹ്മഹത്യാപാപം. വൃക്ഷങ്ങളിൽ കറയായിട്ട് കാണുന്നത് ബ്രഹ്മഹത്യാപാപമാണ്. അങ്ങനെയുള്ള വൃക്ഷങ്ങൾക്ക് കൊടുത്ത അനുഗ്രഹം, കറയുള്ള വൃക്ഷങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ ആ വെട്ടിയിടത്തുനിന്ന് വീണ്ടും തെഴുത്ത് വന്നോളും. പ്ലാവ്, തേക്ക് ഇതൊക്കെ നോക്കിയാൽ കാണാം കറയുള്ള വൃക്ഷങ്ങളാണ്. ആ പ്ലാവ് വെട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ആ തണ്ടിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ചിലപ്പോൾ അവിടെ തെഴുത്ത് വന്നോളും. തേക്കും ഒക്കെ അതെ, തണ്ടിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ആ കുറ്റി ബാക്കി വെച്ച് വിചാരിച്ചാൽ അവിടെ നിന്ന് വീണ്ടും മുളച്ച് വന്നോളും. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം. അല്ലാണ്ട് വേറെ ഏതെങ്കിലും മനുഷ്യർക്ക് പറ്റുമോ? മനുഷ്യർ മരിച്ചുപോയി, അയാളുടെ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരം ഉണ്ടാവുമോ? മൃഗങ്ങൾ, ഏതെങ്കിലും മൃഗങ്ങൾക്ക് ഇല്ല. അത് ഈ കറയുള്ള വൃക്ഷങ്ങൾക്കേ ആ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുള്ളൂ. കാരണം വൃക്ഷങ്ങളിലെ കറയായിട്ട് അവർ ഏറ്റെടുത്തത് ബ്രഹ്മഹത്യാപാപത്തിൻ്റെ കാൽഭാഗം. വെള്ളത്തിൽ നൊരയും പതിയുമായിട്ട് കാണുന്നത് ബ്രഹ്മഹത്യാപാപമാണ്. നൊരയും പതിയുള്ള വെള്ളമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇന്ന് നടക്കും അങ്ങനെ പറഞ്ഞാൽ. ഇന്ന് കുപ്പി തുറന്നാൽ പതഞ്ഞു വരുന്ന വെള്ളമാണ് എല്ലാവർക്കും വേണ്ടത്. ബ്രഹ്മഹത്യാപാപമാണ് അവരൊക്കെ കുടിക്കണത്. പിന്നെ എങ്ങനെയാണ് അവർ നേരെയാവുക? ഈ ബ്രഹ്മഹത്യാപാപം ഉള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നൊരയും പതിയുള്ള വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ കിണറ്റിൽ നമ്മൾ നോക്കുമ്പോൾ, രാവിലെ നോക്കുമ്പോൾ കിണറ്റിൽ നിറയെ നൊരയും പതിയും, ആ വെള്ളം കോരി കുടിക്കുക നമ്മൾ. പിന്നെ ഇങ്ങനെ കുപ്പിയിലുള്ള നൊരയും പതിയുള്ള വെള്ളം കുടിക്കുക. ഈ നൊരയും പതിയും ഉള്ളത് ആ അന്ന് ബ്രഹ്മഹത്യാപാപത്തിൻ്റെ ഭാഗമായിട്ട് ദേവേന്ദ്രൻ കൊടുത്തതാണ്. വെള്ളത്തിന് കൊടുത്ത അനുഗ്രഹം, വെള്ളത്തിന് സ്നിഗ്ധത എന്നൊരു ഗുണമാണ്. സ്നിഗ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനേ തെളിഞ്ഞോളും എന്നല്ല. മഴയൊക്കെ പെയ്യുമ്പോൾ ചിലപ്പോൾ നദിയിലെ വെള്ളമൊക്കെ താനേ കലങ്ങും, കിണറ്റിലെ വെള്ളമൊക്കെ ചിലപ്പോൾ ആകെ കലങ്ങും നല്ല മഴ പെയ്യുമ്പോൾ. പക്ഷേ താനേ തെളിഞ്ഞോളും, സ്നിഗ്ധത എന്നുള്ള ആ ഒരു ഗുണം. പിന്നെ ഭൂമിയാണ് പോയത്. ഭൂമിക്ക് മരുഭൂമിയായിട്ടുള്ള പ്രദേശങ്ങൾ, ഭൂമിയുടെ 4/1 മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ വൃക്ഷങ്ങളൊന്നും മുളയ്ക്കില്ല, അവിടെ മുളച്ചു വരില്ല. അതെല്ലാം കള്ളിച്ചെടി അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ടാവുള്ളൂ. സാധാരണ ഫലങ്ങൾ ഉണ്ടാവണ വൃക്ഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പ്ലാവ് കുഴിച്ചിട്ടും മാവ് കുഴിച്ചിട്ടും മരുഭൂമിയിൽ തെങ്ങ് കുഴിച്ചിട്ടും ഉണ്ടാവില്ല. അവിടെ ഫലങ്ങളുള്ളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഭൂമിക്ക് കൊടുത്ത അനുഗ്രഹം, അങ്ങനെയുള്ള ഭൂമി എത്ര കുഴിച്ചാലും അത് താനേ മൂടിക്കോളും എന്നുള്ള, കാലാന്തരം കൊണ്ട് ആ കുഴി താനേ മൂടിക്കോളും എന്നുള്ള ഒരു അനുഗ്രഹം കൊടുത്തു അത്രേ. ഇങ്ങനെ ദേവേന്ദ്രൻ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. ഇത് മനസ്സിലാക്കി തൊട്ടാവ് വിശ്വരൂപൻ്റെ അച്ഛൻ എൻ്റെ മകനെ കൊണ്ടുപോയിട്ട് ഗുരുവായിട്ട് നിർത്തിയിട്ട് അവനെ നിഗ്രഹിച്ചു, എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അല്ലേ? അത് പറ്റില്ല. ഇന്ദ്രനെ കൊല്ലാനൊരു മകൻ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് യാഗം ചെയ്തു അത്രേ. ഇന്ദ്രനെ കൊല്ലാനൊരു മകൻ ഉണ്ടാവണം എന്ന് പറഞ്ഞ് യാഗം ചെയ്തപ്പോൾ മന്ത്രത്തിൽ ചെറിയൊരു പിഴവ് വന്നു. ഇന്ദ്രനെ കൊല്ലുന്ന മകന് പകരം ഇന്ദ്രനെ കൊല്ലാൻ മകനാണ് ഉണ്ടായത്.
ഇന്ദ്രനെ കൊല്ലാൻ അല്ല, ഇന്ദ്രനെ കൊല്ലാൻ. മന്ത്രം ചൊല്ലിയിട്ടുള്ള ആ ഒരു പിഴവാണ്. ആ ഒരു പിഴവ് കാരണം ഉണ്ടായ ആ അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ് വൃത്രാസുരൻ. വൃത്രാസുരൻ ആകാശത്തോളം ഉയർന്നു വന്ന് ദേവന്മാരുടെ ഇടയിൽ കൂടെ നടന്നപ്പോഴേക്കും ആന രാമച്ചക്കാട്ടിൽ നടന്നതുപോലെ വൃത്രാസുരൻ്റെ ആ ഒരു കാലിൻ്റെ അടിയിൽപ്പെട്ടിട്ട് സകല ദേവന്മാർക്കും അംഗഭംഗങ്ങളൊക്കെ വന്നു. അവർ ബ്രഹ്മാവിനെ ചെന്ന് പ്രാപിച്ചു, ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാൻ അടുത്തേക്ക് പൊക്കോളും. മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നതാണ് നിങ്ങൾ, ഒരു ഗുരുത്തക്കേട് വന്നപ്പോൾ ബൃഹസ്പതിയെ അപമാനിച്ച സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞു വേറൊരു ഗുരുനാഥനെ സ്വീകരിച്ചോളാൻ, വിശ്വരൂപനെ സ്വീകരിച്ചോളാൻ. ഇപ്പം ആ ഗുരുനാഥനെ നിഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് വഴിയൊന്നുമില്ല. അങ്ങനെ പിന്നെ പറഞ്ഞേറ്റു മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക്. ഭഗവാൻ പറഞ്ഞു അത്രേ, വൃത്രാസുരനെ നിഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ദദീജി മഹർഷിയുടെ നട്ടെല്ലുകൊണ്ട് വജ്രായുധം ഉണ്ടാക്കണം, അതിൽ എൻ്റെ ചൈതന്യത്തെ ആവാഹിക്കണം. ദേവന്മാർ വേഗം ചെന്നു ദദീജി മഹർഷിയുടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് ചോദിച്ചു വാങ്ങി. അദ്ദേഹം ശരീരം എന്തായാലും ഒന്നുകിൽ കത്തിക്കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ആ ശരീരം മണ്ണിൽ ചേർന്ന് പുഴുക്കളൊക്കെ ആയിട്ട് തിന്നു പോകും. അതിന് വേദം ഈ ശരീരം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് ശരീരം നട്ടിലെടുത്തോളാൻ പറഞ്ഞു. അദ്ദേഹം ധ്യാനാവസ്ഥയിലിരുന്ന് തൻ്റെ ജീവനെ ഭഗവാനിലേക്ക് ലയിപ്പിച്ചു. പിന്നെ ആ ശരീരത്തിൽ കുറച്ച് രക്തവും അസ്ഥിയും തുടങ്ങിയ അശുദ്ധികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കത്തിക്കേണ്ടി വന്നില്ല അത്രേ. കാമധേനു വന്നിട്ട് തൊട്ടപ്പോഴേക്കും ആ ശരീരത്തിലെ മാലിന്യമൊക്കെ മാറി അസ്ഥി മാത്രമായി. അതിൽ ആ നട്ടലിൻ്റെ അസ്ഥി എടുത്തുകൊണ്ട് അതുകൊണ്ട് വിശ്വകർമാവ് വജ്രായുധം നിർമ്മിച്ചു. അതിലേക്ക് ഭഗവാന്റെ ചൈതന്യത്തെ ആവാഹിച്ച് വജ്രായുധവുമായിട്ട് ദേവന്മാർ അസുരന്മാരുടെ നേരെ യുദ്ധത്തിന് ഉയർന്നു. അസുരന്മാർ അതുകൊണ്ട് പേടിച്ചു ഓടുക. അപ്പോൾ വൃത്രാസുരൻ പറയുകയാണ്, അസുരന്മാരെ നിങ്ങളെന്തിനായി പേടിച്ചോടുന്നത്? മരിക്കുന്നു വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഓടിയാൽ മരിക്കാണ്ടിരിക്കുകയോ ചോദിച്ചു. ഇവിടുന്ന് ഓടിയാൽ ചിലപ്പോൾ ഇപ്പോൾ മരിക്കില്ല എന്ന് വരും, പക്ഷേ പിന്നീട് ഒരിക്കലും മരിക്കുമല്ലോ. പക്ഷേ പേടിച്ചോടി എന്നുള്ള ആ ഒരു നാണക്കേടിൽ നിന്നും നിങ്ങളുടെ മനസാക്ഷിയെ രക്ഷിക്കാൻ പറ്റില്ല പറഞ്ഞു. ഈ പേടിച്ചോടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപം തന്നെയാണത്. പേടിച്ചോടുക പറഞ്ഞാൽ ഒരു കാര്യത്തെയും പേടിച്ചോടേണ്ട ആവശ്യമില്ല. യുദ്ധത്തിൽ ശത്രുക്കൾ വരുമ്പോൾ ശത്രുവിനെ ആയുധം കൊണ്ട് നേരിട്ടിട്ട് ശത്രുവിൻ്റെ ആയുധം മാറിലേറ്റിട്ട് മരിക്കുക, അത് വീരമൃത്യുവാണ്. അല്ലാണ്ട് അവനവൻ്റെ കർമ്മത്തിൽ നിന്നും ഒളിച്ചോടിയിട്ട് രക്ഷപ്പെട്ടോട്ട് കാര്യമില്ല. ഒളിച്ചോടി കൊണ്ടുള്ള ജീവിതം എത്ര കാലം ഒളിച്ച് ജീവിക്കുമെന്ന് ചോദിച്ചു. സമാധാനം ഉണ്ടാകുമോ? പേടിച്ച് ദേവന്മാർ വരുന്നുണ്ടോ എന്ന് പേടിച്ച് ഇരിക്കുക. പക്ഷേ ഇതൊന്നും അവർ കേട്ടില്ലാത്തേ. അവസാനം വൃത്രാസുരൻ പറഞ്ഞു, ദേവന്മാരെ നിങ്ങൾ എൻ്റെ നേരെ വരൂ എന്ന് പറഞ്ഞു അത്രേ. വൃത്രാസുരൻ്റെ നേരെ ഇന്ദ്രനാണ് വജ്രായുധവുമായിട്ട് പോയത്. ആ ഇന്ദ്ര, 3 പാപങ്ങൾ ചെയ്ത ആളാണ് നീ. വിശ്വരൂപനെ നിഗ്രഹിക്കുക വഴി വിശ്വരൂപൻ ഗുരുവാണ്, അതുകൊണ്ട് ഗുരുഹത്യാ പാപം. വിശ്വരൂപൻ ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ബ്രഹ്മഹത്യാ പാപം. വിശ്വരൂപൻ ദേവന്മാരുടെ സഹോദരന്മാരാണ് അസുരന്മാർ, അപ്പം അതുകൊണ്ട് ഭ്രാതൃഹത്യാ പാപം. 3 പാപങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തായാലും നിഗ്രഹിക്കും. ഇനിയിപ്പോൾ യുദ്ധത്തിൽ ചിലപ്പോൾ നീ എന്നെ നിഗ്രഹിച്ചു എന്ന് വരാൻ, ചിലപ്പോൾ യുദ്ധമാകുമ്പോൾ ആരാര് നിഗ്രഹിക്കുമെന്ന് പറയാൻ പറ്റില്ല, മുൻകൂട്ടി പറയാൻ പറ്റില്ല. ആരാ മരിക്കുക എന്നുള്ളത്, ആരുടെ നേരെ വെടിയേൽക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല, അമ്പ ഏൽക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ യുദ്ധത്തിൽ ചിലപ്പോൾ ഞാനാ മരിച്ചതെന്നുണ്ടെങ്കിലും ഞാൻ വിജയിക്കും. അതെങ്ങനെ യുദ്ധത്തിൽ മരിച്ചാൾ വിജയിക്കുക? മരിച്ചു വെച്ചാൽ എൻ്റെ ജീവൻ അഹം സമാധായ മനോയദാഹ സംഘർഷണസ്ഥരണാരവിന്ദേ. ഞാൻ മരിച്ചു വെച്ചാൽ എൻ്റെ ജീവൻ സംഘർഷണമൂർത്തിയുടെ പാദത്തിലേക്കാണ് എത്തിച്ചേരുക. വൃത്രാസുരനാ പറയണതേ, ഞാൻ മരിച്ച എൻ്റെ ജീവൻ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തും എന്നാണ്. യവന്മാർക്ക് പറയാൻ പറ്റുമോ? മനുഷ്യർക്ക് പറയാൻ പറ്റുമോ? അത് ഭഗവാന്റെ പാദം എന്നാണ് ചിന്തിച്ചപ്പോഴേക്കും വൃത്രാസുരൻ അവിടുന്ന് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭഗവാനെ, എനിക്ക് ഭഗവാന്റെ ഒരു ദാസനാവാനായിട്ട് ഒരു അനുഗ്രഹം വേണം. ഇല്ലെങ്കിൽ ദാസന്റെ ദാസനാവാൻ, അല്ലെങ്കിൽ ആ ദാസന്റെ ദാസനാവാൻ എന്തെങ്കിലും ഒരു ബന്ധം ഭഗവാനുമായിട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കണു. എനിക്ക് മറ്റൊന്നും വേണ്ട, സ്വർഗം വേണ്ട, ദേവലോകം ആയിട്ടുള്ള സ്വർഗം വേണ്ട, ബ്രഹ്മലോകം വേണ്ട, അസുരലോകം വേണ്ട, സിദ്ധികൾ വേണ്ട, മോക്ഷം പോലും വേണ്ട ഭഗവാനെ. സമഞ്ജസദ്വാവിരഹയ്യകാംക്ഷേ, ഭഗവാനിലുള്ള ഭക്തി അത് മാത്രം മതി എന്ന് പ്രാർത്ഥിക്കണു. ചെറുക്കം മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷിയെ കാത്തിരിക്കുന്നത് പോലെ ഞാൻ ഭഗവാനെ കാത്തിരിക്കുകയാണ്. ആ
ഒരു പശുക്കുട്ടി തൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കയറിൻ്റെ തടസ്സം കൊണ്ട് അമ്മയുടെ അടുത്ത് പോകാൻ പറ്റാണ്ട് വിഷമിക്കുന്നത് പോലെ ഭഗവാനെ ഈ ശരീരത്തിൽ കിടന്നിട്ട് ഞാൻ വിഷമിക്കുകയാണ്, എന്നെ ഈ ശരീരത്തിൽ നിന്നൊന്ന് രക്ഷിച്ചു തരണേ എന്ന് പറഞ്ഞാൽ ഒരു പശുക്കുട്ടിയെപ്പോലെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കണോ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. കല്യാണം കഴിഞ്ഞ് ദൂരെ ജോലിക്ക് പോയ ഭർത്താവിനെ കാത്ത് ഭർത്താവിനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നവവധുവിനെ പോലെ ഞാൻ ഭഗവാനെ കാത്തുകൊണ്ടിരിക്കണോ. അജാതപക്ഷ ഇവ മാതരംധക സന്യം യഥാ വത്സതരാക്ഷുതാർത്ഥ പ്രിയം പ്രിയേവ വിഷതം വിഷണ്ണ മനോരവിന്ദാക്ഷ ദീക്ഷതേ ത്വാം. ഹേ അരവിന്ദാക്ഷ, ഞാൻ അങ്ങയെ കാണാനായിട്ട് കുതിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ ഒരു വൃത്രാസുരൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ഇന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു. അഹോ ദാനവ സിദ്ധോസ്മി. ഹേ ഇന്ദ്ര, അങ്ങേക്ക് ഇത്ര, ഇന്ദ്രൻ ചോദിക്കുക, വൃത്രാസുര, ഒരസുരനായിട്ടുള്ള നിനക്ക് ഇത്ര ഭക്തിയോ ചോദിക്കുക? ഭക്തിയോടുകൂടി യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഭാഗ്യം കിട്ടിയിച്ചാൽ ഈ ഭാഗ്യവാനാണ്. വൃത്രാസുരൻ പറഞ്ഞു, ഇന്ദ്ര, എൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞു നിൽക്കണ്ട, വേഗം യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു. വീണ്ടും അവർ തമ്മിൽ യുദ്ധമായി. വൃത്രാസുരനെ ഇന്ദ്രൻ ഗത കൊണ്ട് അടിച്ചപ്പോഴേക്കും വൃത്രാസുരൻ ഗത വാങ്ങിയിട്ട് ഐരാവതത്തിൻ്റെ തലക്കൊരടി കൊടുത്തു. ഐരാവതം അവിടെ ബോധം കെട്ട് വീണു. ഇന്ദ്രൻ ഐരാവതത്തിന് അമൃതമൊക്കെ കൊടുത്തിട്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വൃത്രാസുരൻ പറയുക, ഇന്ദ്ര, ആ ഗതയല്ല എൻ്റെ നേരെ പ്രയോഗിക്കേണ്ടത്. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ദതിജി മഹർഷിയുടെ നട്ടലുകൊണ്ട് വജ്രായുധം ഉണ്ടാക്കിയില്ലേ, ആ വജ്രായുധം കൊണ്ടുവരൂ, അതുകൊണ്ട് പ്രയോഗിക്കൂ. ഹരിയേ തേജ ദദീജേ തപ. ദദീജി മഹർഷിയുടെ തപസ്സും ഹരിയുടെ തേജസ്സുമുള്ള വജ്രായുധം ഏറ്റിട്ടാണ് എനിക്ക് മരിക്കേണ്ടത്. ഇങ്ങനെയൊരു കഥ നമ്മുടെ ഭാരതത്തിലല്ലാണ്ട് എവിടെ കാണാൻ പറ്റുക? ശത്രുവിൻ്റെ കയ്യിലുള്ള ആയുധത്തിൻ്റെ ബലം ശത്രുവിന് പറഞ്ഞു കൊടുക്കുക. അല്ലെ, ഇന്ദ്രനറിയാം വജ്രായുധം കൊണ്ടേ കൊല്ലാൻ പറ്റുള്ളൂ എന്ന്. ഇനി എന്തിനാ ഈ ഗത പ്രയോഗിച്ചേ ചോദിക്കുക? വജ്രായുധം പ്രയോഗിക്കൂ. പക്ഷേ ഇന്ദ്രൻ ആ വജ്രായുധം പ്രയോഗിച്ചപ്പോഴേക്കും വജ്രായുധം വൃത്രാസുരൻ്റെ അടുത്തെത്തിയതേ ഉള്ളൂ, മുമ്പിൽ വീണു, മേത്ത് കൊണ്ടില്ല. ഇന്ദ്ര വന്നെടുത്തോളൂ എന്ന് പറഞ്ഞു. അല്ലേ, വേണമെന്നുണ്ടെങ്കിൽ ചതിപ്രയോഗമാണെന്നുണ്ടെങ്കിൽ ഈ വജ്രായുധത്ത് വൃത്രാസുരന് കൈ പിടിക്കാമാണെങ്കിൽ പിന്നെ ഇന്ദ്രന് കൊല്ലാൻ പറ്റില്ല. കാരണം വജ്രായുധം കൊണ്ടല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. ഇത് വൃത്രാസുരൻ കൈക്കലാക്കിയാൽ പിന്നെ കൊല്ലാൻ പറ്റുമോ? പക്ഷേ വൃത്രാസുരൻ പറഞ്ഞു, ഞാൻ നീതിമാനാണ്, ധർമ്മിഷ്ഠനാണ്, ശത്രുവിൻ്റെ ആയുധം ഞാൻ കൈകൊണ്ടു തൊടില്ല, ഇന്ദ്ര വന്നെടുത്തോളൂ എന്ന് പറഞ്ഞു. നീ ആ ആയുധം എടുത്ത് എന്നോട് യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നത് വരെ ഞാനൊന്നും ചെയ്യില്ല. വാക്കു കൊടുക്കുകയാണ് ശത്രുവിനോട്. ആ ഇന്ദ്രൻ വന്ന ആ വജ്രായുധം എടുക്കേണ്ട താമസം ഇന്ദ്രൻ എന്ത് ചെയ്തു? വൃത്രാസുരൻ്റെ കൈകളൊക്കെ ഛേദിച്ചു. അത്രേ, ഇന്ദ്ര എന്തിനാ എൻ്റെ കൈകളൊക്കെ ഛേദിച്ചത് ചോദിച്ചു. നേരെ തല ഛേദിക്കായിരുന്നില്ലേ? അതെന്താ, കൈകൾ ഛേദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു. എന്താ, എൻ്റെ തല ഉടലിൽ നിന്നും വേർപെടുമ്പോൾ കൈകളെ കൊണ്ട് ഭഗവാനെ ഒന്ന് തൊഴുതുകൊണ്ട് മരിക്കണം എന്ന്. അതിന് പറ്റില്ലല്ലോ, കൈയില്ലല്ലോ. അപ്പോൾ തല എന്തായാലും വേർപെടും, അത് സംശയമൊന്നുമില്ല, എന്നായാലും വേർപെടേണ്ടതാണ്. എനിക്കൊന്ന് ഭഗവാനെ തൊഴുതുകൊണ്ട് മരിക്കണം എന്നുണ്ടായിരുന്നു, അത് പറ്റില്ല അല്ലേ. വേഗം വൃത്രാസുരൻ വായ തുറന്നിട്ട് ആ ഇന്ദ്രനെയും ഐരാവതത്തെയും കൂടി തൻ്റെ വയറ്റിനുള്ളിലാക്കി. വജ്രായുധം കൊണ്ട് വയറ് തുറന്ന് ആ ഇന്ദ്രൻ പുറത്തേക്ക് വന്നു എന്ന് പറയുക. പിന്നീട് വൃത്രാസുരൻ്റെ ശിരസ് ഛേദിക്കാൻ 1 വർഷം നീണ്ടെടുത്തു. വൃത്രാസുരൻ്റെ ദേഹം ഭഗവാന്റെ ലോകത്തേക്ക് പോകുന്നത് എല്ലാവരും കണ്ടു എന്ന് പറയുക. പിന്നെ ഇന്ദ്രന് വീണ്ടും ബ്രഹ്മഹത്യഭാവം വന്നു. ഇപ്പോൾ ഏറ്റെടുക്കാൻ ആരും വന്നില്ല. അവസാനം ബ്രഹ്മഹത്യഭാവം ചീഞ്ഞളിഞ്ഞ മത്സ്യത്തിൻ്റെ ഗന്ധത്തോടുകൂടി ഇന്ദ്രനെ പിന്തുടർന്നു. ഇന്ദ്രൻ ഓടി 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 മഹാലക്ഷ്മി തപസ് ചെയ്യുന്ന താമര തട്ടിനുള്ളിൽ പോയിരുന്നു. അവിടേക്ക് ബ്രഹ്മഹത്യ മഹാലക്ഷ്മിയോടുള്ളതുകൊണ്ട് പോയില്ല അത്ര. പിന്നെ ദേവലോകത്ത് ആളില്ലാണ്ടായി, ദേവേന്ദ്രൻ ഇല്ലാണ്ടായി. അപ്പോഴാണ് ദേവേന്ദ്രനായിട്ട് ആരെങ്കിലും അഭിഷേകം ചെയ്യണമെന്ന് അന്വേഷിച്ചപ്പോൾ 100 യാഗം ചെയ്തവനെ ഇന്ദ്രനാവാൻ പറ്റുള്ളൂ. 100 യാഗം ചെയ്തവരാരും ഇല്ല. അപ്പോഴാണ് 99 യാഗം ചെയ്ത നഹുഷൻ ഉണ്ട് ഭൂമിയിൽ. ആ നഹുരനെ അവിടെ ഇന്ദ്രനാക്കി ഇരുത്തി ഇത്രേ. അതോടുകൂടി നഹുരന് അഹങ്കാരം വന്നു. ഇത് കണ്ടില്ലേ, 99 യാഗം ചെയ്തപ്പോഴേക്കും എനിക്ക് ഇന്ദ്രപദവി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നഹുരൻ അഹങ്കരിച്ചു. ഇന്ദ്രാണിയെ വേണമെന്ന് വാശി പിടിച്ചു ഇത്രേ. ദേവന്മാർ പറഞ്ഞു, അങ്ങയുടെ ഭാര്യയല്ല അവിടെയുള്ള ഇന്ദ്രാണി, അവിടെ തപസ് ചെയ്യുന്ന മഹാലക്ഷ്മിയുടെ സമർത്ഥനിലിരിക്കുന്ന ഇന്ദ്രൻ്റെ ഭാര്യയാണ്. അന്ന് പറഞ്ഞ കാര്യമില്ല, ഞാനാണ് ഇപ്പോഴത്തെ ഇന്ദ്രൻ, അതുകൊണ്ട് എന്നെ അനുസരിച്ചോളണം, ആ ഇന്ദ്രാണിയെ വിളിക്കൂ എന്ന് പറഞ്ഞു അത്രേ. ഇന്ദ്രാണിക്ക് ആകെ പരിഭ്രമായി. ഇന്ദ്രാണി എന്ത് ചെയ്തു? തൻ്റെ ഗുരുനാഥനെ ബൃഹസ്പതിയെ ധ്യാനിച്ചു. ബൃഹസ്പതി ഇന്ദ്രാണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്
പറഞ്ഞു അത്രേ, അതെ ഇന്ദ്രാണി ഒരു കാര്യം ചെയ്യും, സപ്തർഷികൾ ചുമക്കുന്ന പല്ലക്കിൽ വരാൻ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ നഹുഷനായിരിക്കുന്ന ഇന്ദ്രൻ സപ്തർഷികളെ വിളിച്ചിട്ട് നിങ്ങൾ പല്ലക്കിൽ തന്നെ ദതിജി മഹർഷിയുടെ ഇന്ദ്രാണിയുടെ അന്തപുരത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞു അത്രേ. കയറി ഇരുന്നോളാൻ പറഞ്ഞു. സപ്തർഷികൾ പല്ലക്ക് നടക്കുന്ന സമയത്ത് ആ നഹുലിന് തോന്നിയിത്രേ, ഇന്ദ്രാണിയെ കാണാനുള്ള ഒരു ആവേശം കൊണ്ട് പല്ലക്കിന് വേഗത പോരാ തോന്നിയിട്ട് സർപ്പ എന്ന് പറഞ്ഞു. വേഗം വേഗം എന്ന് പറഞ്ഞു അത്രേ. വേഗം വേഗം എന്ന് പറഞ്ഞിട്ടും പതുക്കെ നടക്കണുള്ളൂ. നോക്കുമ്പോൾ തല പുറത്തിട്ട് നോക്കുമ്പോഴാണ് അന്നത്തെ സപ്തർഷികളിൽ ഒരാൾ അഗസ്ത്യ മഹർഷിയാണ്. അഗസ്ത്യ മഹർഷിക്ക് ഉയരം വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹം പതുക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് പാദത്തിനാണ് ബാക്കിയുള്ളവരും നടക്കുന്നത്. അപ്പോൾ ഈ അഗസ്ത്യൻ കാരനാണല്ലേ പല്ലക്കിന് വേഗതയില്ലാത്തതെന്ന് വിചാരിച്ചിട്ട് ആ കാല് പുറത്തേക്കിട്ട് അഗസ്ത്യ മഹർഷി ഒരു ചവിട്ട് കൊടുത്തു അത്രേ. എന്നിട്ടും പറഞ്ഞു സർപ്പ. അഗസ്ത്യ മഹർഷി തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നീ കുറേയല്ലോ സർപ്പ എന്ന് പറഞ്ഞോ, സർപ്പമായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു ശാപവും കൊടുത്തുത്രേ. അങ്ങനെ ഇന്ദ്രാണിയുടെ അന്തപുരത്തിൽ കൊണ്ടുവച്ച പല്ലക്കിൽ നിന്നും പുറത്തേക്ക് വന്നത് ഒരു പെരുമ്പാമ്പാണ് എന്ന് പറയണം. പെരുമ്പാമ്പായിട്ട് എഴഞ്ഞ് ഭൂമിയിലേക്ക് പോയി. സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തിൽ ദേവേന്ദ്രൻ്റെ സ്ഥാനം കിട്ടിയതാ. എന്നിട്ട് അവിടുന്ന് സജ്ജന നിന്ദ കൊണ്ട് പെരുമ്പാമ്പായിട്ട് ഭൂമിയിൽ വന്ന് അലഞ്ഞു നടക്കുക. അവസാനം പാണ്ഡവന്മാരുടെ വനവാസകാലത്താണ് ആ നഹുഷന് ശാപമോക്ഷം കിട്ടുന്നത്. എന്തായാലും പിന്നെയും അവിടെ ദേവലോകത്ത് ഇന്ദ്രൻ ഇല്ലാണ്ടായി. പിന്നെ വേറെ ആരും ഇതുപോലെ യോഗ്യതയില്ലാത്തവരെ കൊണ്ടുവരാൻ അവർ തയ്യാറായില്ല. 100 യാഗം ചെയ്തവരെന്നെ മതി. ആരുമില്ല 100 യാഗം ചെയ്തവരെ. അപ്പോഴാണ് ഈ ഇന്ദ്രനെ ശാപത്തിൽ ഈ ബ്രഹ്മഹത്യപാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ച് മഹർഷിമാരെന്ത് ചെയ്തു? മഹർഷിമാരെ ഇന്ദ്രനെ ആ താമരത്തണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഭാരതത്തിൻ്റെ തെക്കേ ഭാഗത്ത് കേരളത്തിൽ വന്ന്, കേരളത്തിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി, യഥാർത്ഥ കേരളത്തിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ആ കന്യാകുമാരിയിൽ നിന്ന് കുറച്ച് വടക്ക് ഭാഗത്തായിട്ട് ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമുണ്ട്. അവിടെ ചെന്ന് അനവധി അശ്വമേധ യാഗങ്ങൾ ചെയ്യിച്ച് ഇന്ദ്രനെ ശുചിയാക്കിയെടുത്തു എന്ന് പറയുക. അങ്ങനെ ഇന്ദ്രനെ ബ്രഹ്മഹത്യപാപത്തിൽ നിന്നും ശുചിത്വം കൊടുത്ത സ്ഥലമാണ് ശുചീന്ദ്രം എന്ന് ഇന്ന് അറിയപ്പെടുന്നത്. കേരളമാണ്. കന്യാകുമാരി വരെ കേരള. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലാണോന്നേ ഉള്ളൂ. പരശുരാമൻ നിർമ്മിച്ച കേരളത്തിൽ തന്നെയാണ്. മൂകാംബിക ക്ഷേത്രം കേരളത്തിലാണ്. ഉടുപ്പി കേരളത്തിലാണ്. ഗോകർണം കേരളത്തിലാണ്. അനന്തപത്മനാഭനും കേരളത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ അനന്തപത്മനാഭനും കേരളത്തിൽ തന്നെയാണ്. അതുപോലെ തിരുവട്ടാർ ആദികേശവൻ എന്ന് പറഞ്ഞൊരു ഭഗവാനുണ്ട്. ബ്രഹ്മാവ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ആ മഹാവിഷ്ണു ആദികേശവൻ എന്ന് പറയും. തിരുവനന്തപുരത്ത് നമ്മുടെ കന്യാകുമാരിക്ക് പോണ വഴിക്ക് അവിടെയാണ് തിരുവട്ടാറ്. അവിടെയുള്ള മഹാവിഷ്ണുവിന് നാഭിയിൽ താമരയില്ല. ബ്രഹ്മാവ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഭഗവാനാണ്. പത്മനാഭനാണ്. അല്ല, പത്മനാഭനാവില്ല അവിടെ. പത്മനാഭിയിലില്ല. ആദികേശവൻ എന്നാണ് അവിടെ പറയുക. പത്മനാഭൻ എന്ന് പറയും. തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും താമരയുണ്ട്, ബ്രഹ്മാവും ഉണ്ട്. അതുകൊണ്ട് പത്മനാഭനാവണം. പത്മനാഭൻ എന്ന് പറയാം. തിരുവട്ടാറ് ആദികേശവൻ എന്നാണ് പറയുക. കന്യാകുമാരി ഇതൊക്കെ കേരളം തന്നെയാണ്. ഇന്നേ ഉള്ളൂ പരശുരാമൻ നിർമ്മിച്ച കേരളം തന്നെയാണ് ഇതൊക്കെ. എന്തായാലും ആ ശുചീന്ദ്രത്ത് ആ ഇന്ദ്രന് ബ്രഹ്മഹത്യഭാവം കിട്ടിയ സ്ഥലമാണെന്ന് പറഞ്ഞു. പിന്നെ ഈ ഇന്ദ്രൻ വീണ്ടും ദേവലോകത്ത് ദേവേന്ദ്രനായിട്ട് മാറി എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിച്ച് പറയുകയാണ്, ഇന്ദ്രൻ്റെ കഥ നിൽക്കട്ടെ. വൃത്രാസുരൻ എങ്ങനെ ഭക്തി ഉണ്ടായി ചോദിക്കുമ്പോഴാണ്, മഹാഭക്തനായിരുന്നു. ശൂരസേന രാജ്യം ഭരിച്ച ചിത്രകേതു എന്ന മഹാരാജാവായിരുന്നു. 100 ഭാര്യമാരുണ്ടായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. അവസാനം അങ്കിരസ മഹർഷി അനുഗ്രഹിച്ചു കൊടുത്ത ഒരു പഴം ആദ്യ ഭാര്യയായിട്ടുള്ള കൃതദ്യുതിക്ക് കൊടുത്തു. കൃതദ്യുതി ഗർഭം ധരിച്ച് ഒരു കുട്ടി ഉണ്ടായപ്പോൾ മറ്റ് ഭാര്യമാർക്കൊക്കെ അസൂയ വന്നു. കുട്ടികളില്ലാത്തതിൻ്റെ മറ്റ് ഭാര്യമാരൊക്കെ ഈ കുട്ടിക്ക് കൊടുക്കാൻ വെച്ച ഭക്ഷണത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വിഷം ചേർന്ന ഭക്ഷണം അറിയാണ്ട് കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി മരിച്ചുപോയി. അതോടുകൂടി ചിത്രകേതുവിന് വലിയ വിഷമായി. ആദ്യം നോറ്റുണ്ടായൊരു കുട്ടിയാണ്. വല്ലാണ്ട് വിഷമായി. ചിത്രകേതുവിൻ്റെ കരത്തിൽ, അമ്മയായിട്ടുള്ള കൃതജ്ഞയുടെ കരത്തിൽ നാട്ടുകാർ മുഴുവൻ കരയുകയാണ്. അങ്ങനെ രാജാവിന് ഇങ്ങനെ ഒരു ഉണ്ണിയുണ്ടായിട്ട് മരിച്ചു പോയില്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടപ്പോൾ ഭാര്യമാർക്കും തോന്നി ഇത്രേ വേണ്ടേന്നില്ല, കുറച്ച് കടുപ്പായി ചെയ്തത് മറ്റു ഭാര്യമാർക്കും തോന്നി. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. ചെയ്യുന്നതിന് മുമ്പ് വേണ്ടേ തോന്നുന്നുണ്ടെങ്കിൽ? അത് ഈശ്വരാനുഗ്രഹം വേണം. എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് മുമ്പ് അത് വേണ്ട. ഇന്ന് തോന്നി പിന്തിരിയണമെന്നുണ്ടെങ്കിൽ ഇത് വേണം, ഈശ്വരാനുഗ്രഹം വേണം. എന്തായാലും ആ ചിത്രകേതുവിൻ്റെ ആ ഒരു കരച്ചിൽ സഹിക്കാൻ വയ്യാണ്ട് നാരദ മഹർഷിയും അങ്കിരദൂത മഹർഷിയും കൂടി വന്നു. അവരെ തിരിച്ചറിഞ്ഞില്ല. അവസാനം
അങ്കിരസ് മഹർഷി പറഞ്ഞു, ഞാൻ അങ്കിരസാണ്, അങ്ങേക്ക് തുണി ഉണ്ടാവാൻ പഴം അനുഗ്രഹിച്ചു എന്നാണ്. ഇത് ദേവർഷിയായിട്ടുള്ള നാരദരാണ്. നാരദര് അങ്ങേക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു തരും. ആ മന്ത്രം ജപിച്ചുകൊണ്ട് തപസ് ചെയ്തോളൂ, വിദ്യാധരനായിട്ട് മാറാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ കുട്ടിയെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. നാരദ മഹർഷി ആ കുട്ടിയെ വിളിച്ചു. ജീവാത്മാൻ പശ്യഭദ്രം ദേ, ജീവാത്മാവെ എന്ന് വിളിച്ചപ്പോഴേക്കും ആ കുട്ടി എണീറ്റിരുന്നു. ചോദിച്ചു, എന്താ നാരദ മഹർഷി ഈ അച്ഛനെ അമ്മയൊക്കെ ഒന്ന് ആസ്വദിപ്പിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ, കസ്മിൻ ജന്മന്യഹി മാത, ഏത് ജന്മത്തിലെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത് ചോദിച്ചു. ഒരു ജീവന് സ്ഥിരമായിട്ടൊരു അച്ഛനും അമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഈ ജന്മത്തിൽ അച്ഛനും അമ്മയും എന്ന ആൾക്കാർ, കഴിഞ്ഞ ജന്മത്തിൽ വേറെ അച്ഛനും അമ്മയാവും, ഇനി വരാൻ പോണ ജന്മത്തിൽ വേറെ അച്ഛനും അമ്മയാവും. ഈ ശരീരത്തിന് മാത്രമാണ് അച്ഛനും അമ്മയൊക്കെ ഉള്ളത്, ജീവന് അച്ഛനും അമ്മയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഈ അച്ഛൻ്റെ ഉള്ളിരിക്കുന്ന ജീവനും അമ്മയുടെ ഉള്ളിരിക്കുന്ന ജീവനും മകൻ്റെ ഉള്ളിരിക്കുന്ന ജീവനും ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു. അതോടുകൂടി ആ ചിത്രകേതുവിൽ വൈരാഗ്യം വന്നു. എല്ലാവരിലും ഇരിക്കുന്ന ജീവൻ ഒന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പുത്രൻ, എന്ത് ഭാര്യ, എന്ത് ഭർത്താവ്, ഒരേ ഒരു ചൈതന്യം ഈശ്വരൻ. പെട്ടെന്ന് ചിത്രകേതു നാരദ മഹർഷിയുടെ കാലത്തിൽ നമസ്കരിച്ച്, എനിക്ക് ആ ഒന്നായിരിക്കുന്ന ഈശ്വരനെ അറിയണം. നാരദ മഹർഷി മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ചിത്രകേതു 7 ദിവസം രാവും പകലും ആ മന്ത്രം ജപിച്ച് ആ അനന്തമൂർത്തി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സംഘർഷണമൂർത്തി പ്രത്യക്ഷപ്പെട്ട് വിദ്യാധര പദവി കൊടുത്തു. വിദ്യാധരൻ എന്നുള്ള ഒരു പദവി കൊടുത്ത് അവിടെ അനുഗ്രഹിച്ചു. ആ വിദ്യാധര ലോകത്ത് സുഖമായിട്ട് അങ്ങനെ കഴിയുകയായിരുന്നു. യഥാർത്ഥ വിദ്യയെ അറിഞ്ഞവർ, ഈശ്വരനെ അറിഞ്ഞ മഹാഭക്തന്മാരുടെ ലോകമാണ് വിദ്യാധര ലോകം. അവിടെ വിദ്യാധരന്മാരുടെ അധിപതിയായിട്ട് മാറി. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിദ്യാധര സ്ത്രീകളോടുകൂടി വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോയത്. യാത്ര ചെയ്യാൻ വിമാനങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് കൈലാസപർവ്വതത്തിൻ്റെ അടുത്തുകൂടെ എത്തിയപ്പോൾ ആ കൈലാസത്തിൽ പാർവതി ദേവിയെ മടിയിൽ വെച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് സനകാദികൾക്ക് ബ്രഹ്മോപദേശം ചെയ്യുന്ന മഹാദേവനെ കണ്ടിട്ട്, ഏഷ ലോകഗുരു സാക്ഷാത് ബ്രഹ്മം ശരീരണം ആസ്തേ മുഖ്യസഭായാം വൈ മിഥുനീഭൂയ ഭാര്യയാ. കണ്ടില്ലേ, ലോകത്തിൻ്റെ ഗുരുദാഹനം കണ്ടില്ലേ? ശിവപരമേശ്വരൻ ആ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ മടിയിൽ വെച്ചുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ബ്രഹ്മോപദേശം ചെയ്യുന്നത്. അത് മഹാദേവന് മാത്രമേ പറ്റുള്ളൂ. എന്താ കാരണം? ജഡാധര തീവ്രതപ ബ്രഹ്മവാദി സ്വഭാവതി. ജഡാധാരിയാണ്, തീവ്ര തപസ്സുള്ള ആളാണ്, ബ്രഹ്മവാദികളുടെ സഭയിലെ പതിയാണ്. അംഗീകൃത്യ സ്ത്രീയാന്താസ്തേ യഥശ്രീ പ്രാകൃതോയഥ. പ്രാകൃതന്മാർക്ക് ഭാര്യയെ മടിയിലിരുത്തണമെന്നുണ്ടെങ്കിൽ രഹസ്യമായ സ്ഥലം വേണ്ടി വരും. ആളുകളുടെ മുമ്പിൽ വെച്ച് മടിയിലിരുത്താൻ പറ്റില്ല. കാരണം അവർക്ക് മനസ്സിന് നിയന്ത്രണമില്ല. ഇതാരാ അറിയോ? കാമദേവനെ ഭസ്മമാക്കിയ ആളാണ് മഹാദേവൻ. കാമദേവനെ ഭസ്മമാക്കിയ മഹാദേവന്റെ ഉള്ളിൽ കാമത്തെ ഉണ്ടാക്കാൻ പാർവതി വിചാരിച്ചതൊന്നും സാധിക്കില്ല. അത്രയ്ക്ക് യോഗേശ്വരനാണ് മഹാദേവൻ. ഇതുകൊണ്ടാണ് മഹാദേവനെ ലോകത്തിൻ്റെ ഗുരുനാഥൻ എന്ന് പറയണത് എന്ന് പറഞ്ഞ് ശ്രീ മഹാദേവനെ സ്തുതിച്ചപ്പോൾ മഹാദേവന് നല്ല സന്തോഷമായി എന്നാണ്. പക്ഷേ ആ സമയത്ത് പാർവതി ദേവിക്ക് ഇത് കേട്ടപ്പോൾ ചെറിയൊരു തോന്നൽ, മഹാദേവനെ കളിയാക്കിയതാണോ എന്ന്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില ആളുകളെ നോക്കിയിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ നന്നായിട്ടുണ്ട് എന്നുള്ളത് കളിയാക്കിയും കൊണ്ടും അഭിനന്ദിച്ചും കൊണ്ടും പറയാമത്രേ. നന്നായിട്ടുണ്ട് കേട്ടോ, അസലായിട്ടുണ്ട് എന്ന് പറയും. ചില കാര്യങ്ങൾ നന്നായി വെച്ചാൽ അല്ലേ, കളിയാക്കിക്കൊണ്ട് പറയും നന്നായിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസലായി. സ്കൂളിൽ പോയില്ല അല്ലേ, ഈ അസലായി എന്ന് പറഞ്ഞത് അഭിനന്ദിക്കുകയാണോ? അല്ല. ചിലപ്പോൾ ആ പറയുന്ന രീതിക്കനുസരിച്ച് അർത്ഥം മാറും. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ അർത്ഥമുണ്ട്. ഒന്ന്, സന്തോഷത്തോടുകൂടി മതിയായി കേട്ടോ, മതി അല്ലേ, സന്തോഷ തൃപ്തിയായിട്ട്. അതിന് പകരം മതി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് നിർത്തിക്കോളൂ എന്നുള്ള ഭാവമാണ്. ഒരേ വാക്ക് തന്നെ പറയുമ്പോൾ വിപരീത അർത്ഥത്തിലും എടുക്കും പറയുന്ന ശൈലിക്കനുസരിച്ച്. മഹാദേവൻ അത് വന്ദിക്കലായിട്ട് തോന്നിയിച്ചാൽ പാർവതിക്ക് അത് നിന്ദിക്കലായിട്ടാണ് തോന്നിയത്. പാർവതി വിചാരിച്ചു, എന്താ ചിത്രകേതു പറഞ്ഞത്? യേശ ലോകഗുരു, ഇതാണ് ലോകത്തിൻ്റെ ഗുരുനാഥൻ. ജഡാധാരിയാണത്രേ, തീവ്ര തപസ്സുള്ള ആളാണത്രേ, ബ്രഹ്മവാദികളുടെ സഭയിലെ പതിയൊക്കെയാണ്. എന്നിട്ടാണോ ഭാര്യയെ മടിയിൽ വെച്ചുകൊണ്ട് ശിഷ്യന്മാർക്ക് ബ്രഹ്മോപദേശം ചെയ്യേണ്ടത്?
പ്രാകൃതന്മാർ പോലും രഹസ്യമായിട്ടേ ഭാര്യയെ മടിയിൽ ആലിംഗനം ചെയ്യുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മഹാദേവൻ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് പാർവതിയെ ആലിംഗനം ചെയ്തുകൊണ്ട് ബ്രഹ്മോപദേശം ചെയ്യുക. ഇതാണോ ലോകത്തിൻ്റെ ഗുരുനാഥൻ എന്ന് കളിയാക്കിയതാണോ എന്നൊരു തോന്നൽ പാർവതിക്ക് ഉണ്ടായിത്രേ. പാർവതി ചോദിച്ചു അത്രേ, ഉണ്ണി ചിത്രകേതു, ഇവിടെ മുമ്പിലിരിക്കുന്നത് നാരദര് സനകാദികൾ ഒക്കെയാണ്. ഇവർക്കൊന്നും മഹാദേവന്റെ മടിയിൽ ഞാനിരിക്കുന്നത് കണ്ടിട്ട് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് വിദ്യാധര പദവി കിട്ടിയ നിനക്ക് മഹാദേവന്റെ യോഗ്യതയെ ചോദ്യം ചെയ്യാൻ ആയോ? അങ്ങനെ ഒരു ഭാവം ഉണ്ടെങ്കിൽ ഉണ്ണി ഒരു ജന്മം അസുരനായിട്ട് ജനിക്കൂ എന്ന് പറഞ്ഞിട്ട് പാർവതി ഒരു ശാപം കൊടുത്തു അത്രേ. അങ്ങനെയാണ് ആ ചിത്രകേതുവാണ് ത്വഷ്ടാവിൻ്റെ അഭിചാര ഹോമത്തിൽ നിന്നും വൃത്രാസുരനായിട്ട് ജനിച്ചത്. ചിത്രകേതു ശാപം കിട്ടിയപ്പോൾ വേഗം ഇറങ്ങി വന്നു, പാർവതിയെ നമസ്കരിച്ചു. അപ്പോൾ പാർവതി ചോദിച്ചു, ശാപമോക്ഷം വേണ്ടേ ചോദിച്ചപ്പോൾ കശാപഗോനുഗ്രഹ പ്രതിഗൃഹാമിതേ. അമ്മേ, എന്ത് ശാപം, എന്തനുഗ്രഹം? മക്കളെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ ശിക്ഷിച്ചു എന്ന് വരും. അതൊരിക്കലും മക്കൾക്ക് ദോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല, മക്കൾ നേരെയാവാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു അമ്മ തൻ്റെ മകൻ്റെ കൈ ഒടിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അടിക്കാറുണ്ട്? ഇല്ല, അടിക്കാറുണ്ട്. എന്തിനാ? നേരെയാവാൻ വേണ്ടിയിട്ട് അല്ലേ? അധ്യാപകന്മാർ ശിഷ്യന്മാരെ അടിക്കാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്. അത് എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് പഠിക്കാത്ത ഇവൻ ചീത്തയാവട്ടെ എന്ന് കൊണ്ടല്ല, അവനെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, നേരെയാവാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊരു തെറ്റ് ചെയ്യുമ്പോൾ ഈ അടി ഓർമ്മ വേണം, തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാവും എന്ന ഓർമ്മ വേണം. അതുകൊണ്ട് തെറ്റ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ്. അമ്മ പാർവതി ദേവി ലോകത്തിൻ്റെ മുഴുവൻ മാതാവല്ലേ? ലോകമാതാവായിട്ടുള്ള അമ്മ എന്നെ ശപിച്ചു വെച്ചാൽ അതെനിക്ക് ശാപമായിട്ട് തോന്നിയിട്ടില്ല. മാത്രമല്ല അമ്മേ, എന്ത് ശാപം, എന്തനുഗ്രഹം? കശാപഗോനുഗ്രഹ സ്വർഗ നരക. ഈ നരകം സ്വർഗം ഇതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ശാപവും അനുഗ്രഹവും ഒക്കെ ഒരുപോലെയാണ്. ഞാൻ പോയി അസുരനായിട്ട് ജനിച്ചു വരാമെന്ന് പറഞ്ഞ പാർവതിയെ നമസ്കരിച്ച് പോയി ഇത്രേ. ആ ചിത്രകേതു കൂടെ പോയപ്പോഴാണ് മഹാദേവൻ ചോദിക്കുന്നത്, ദൃഷ്ടവത്യസി ശുശ്രൂണി ഹരേരത്ഭുതകർമ്മണ മാഹാത്മ്യം വൃത്തിവൃത്തിയാനാം നിസ്പൃഹാണാം മഹാത്മനാം. പാർവതി കണ്ടുവോ? വിഷ്ണുഭക്തന്റെ മഹത്വം കണ്ടു ചോദിക്കുക. വിഷ്ണുഭക്തന്മാർക്ക് നാരായണ പരാസർവേ എന്ന കുതശ്ചന വിഭ്യതി. അവർക്ക് നാരായണപരന്മാർക്ക്, വിഷ്ണുഭക്തന്മാർക്ക് ഒന്നിനെയും പേടിയില്ല. അവർക്ക് സ്വർഗ അപവർഗ നരകാശാമി തുല്യാർത്ഥ ദർശന. സ്വർഗമായാലും അപവർഗം എന്ന മോക്ഷമായാലും നരകമായാലും തുല്യമായിട്ടേ അവർ കാണുള്ളൂ കേട്ടോ. അവർക്ക് ഒരു വ്യത്യാസവും ഇല്ല. വേണമെങ്കിൽ ചിത്രകേതുവിന് തിരിച്ച് ശപിക്കുകയൊക്കെ ചെയ്യാൻ പാർവതിയെ. വിദ്യാധരനാണ്, അതിൻ്റെ കഴിവൊക്കെ ഉണ്ട്. പക്ഷേ വിഷ്ണുഭക്തന്മാരെ ആരും ശപിക്കാറില്ല. അവർക്ക് എന്തൊക്കെ ഉപദ്രവങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇങ്ങോട്ടുണ്ടാക്കിയാലും വിഷ്ണുഭക്തന്മാർ ആരെയും ശപിക്കില്ല. എല്ലാവർക്കും നേരെയാവട്ടെ എന്നേ വിഷ്ണുഭക്തന്മാർ ആഗ്രഹിക്കുള്ളൂ. ആ ചിത്രകേതുവാണ് വൃത്തരാസുരനായിട്ട് ജനിച്ചത്. അതുകൊണ്ടാണ് യുദ്ധഭൂമിയിൽ വെച്ചിട്ടും ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞു. പിന്നീട് അതിഥിയുടെ വംശം പറഞ്ഞു. പിന്നെ ദിതിയുടെ വംശം പറയുമ്പോഴാണ് ദിതിയുടെ പുത്രന്മാർ ദൈത്യന്മാർ ദിതിയുടെ പുത്രന്മാരൊക്കെ അസുരന്മാരാണെങ്കിലും ദിതിയുടെ ഒരു 49 മക്കള് സ്വർഗലോകത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ദിതിയുടെ പുത്രന്മാർ സ്വർഗത്തിലെത്തിയത്? അവിടെയാണ് മരുതുൽപ്പത്തി എന്ന കഥ പറയണത്. ദേവന്മാരെ സ്വർഗീയ സുഖം അനുഭവിക്കുന്നത് കണ്ടപ്പോൾ അസുരമാതാവായിട്ടുള്ള ദിതിക്ക് തോന്നി തൻ്റെ മക്കളായ അസുരന്മാർക്ക് സ്വർഗം കിട്ടണം, തൻ്റെ മക്കളും സ്വർഗത്തിൽ താമസിക്കണം എന്ന് തോന്നി. അതിനെന്ത് വേണം? ദേവേന്ദ്രനെ കൊന്നിട്ട് അസുരന്മാർക്ക് സ്വർഗം കിട്ടണം. അതിനെന്ത് ചെയ്തു വെച്ചാൽ തൻ്റെ ഭർത്താവായ കശ്യപൻ വരുമ്പോൾ അദ്ദേഹത്തെ നല്ലോണം സ്നേഹപൂർവ്വം പരിചരിച്ചു. ആ ഭാര്യയുടെ പരിചരണത്തിൽ സന്തോഷിച്ച കശ്യപൻ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പുത്രം ഇന്ദ്രഹണം, ഇന്ദ്രനെ കൊല്ലുന്നൊരു മകനുണ്ടാവണം എന്നാണ് അത്രേ പ്രാർത്ഥിച്ചത്. കശ്യപന് വലിയ വിഷമായി. തൻ്റെ തന്നെ മകനാണ് ഇന്ദ്രൻ. അപ്പോൾ തൻ്റെ മകനെ കൊല്ലാൻ വേണ്ടി ഒരു മകനുണ്ടാവണം എന്നാണ് വരം ചോദിച്ചത്. കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, വാക്ക് അതിൽ ലംഘിക്കാൻ പറ്റില്ല. അപ്പോൾ കശ്യപൻ പറഞ്ഞു അത്രേ, 1 വർഷം നീണ്ടു നിൽക്കുന്ന പുംസവന വ്രതം ഉപദേശിച്ചു കൊടുത്തു. ആ വ്രതം വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ ഇന്ദ്രനെ കൊല്ലുന്ന മകനുണ്ടാവും. ആ വ്രതത്തിൽ എന്തെങ്കിലും ഒരു ഭംഗം വന്നാൽ ഇന്ദ്രബന്ധുവായിട്ട് മാറും എന്ന് പറഞ്ഞു. തൻ്റെ മക്കൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ സുഖമായിട്ട് ആ വ്രതം അനുഷ്ഠിച്ചു അത്രേ. ഗർഭിണിയായി. ആ വ്രതം ഏതാണ്ട് പൂർത്തിയാവാറായി.
ഒരു കൊല്ലം പൂർത്തിയാവാറായി, ഗർഭം പൂർത്തിയാവാറായി. ആ വ്രതത്തിൽ പകൽ ഉറങ്ങരുത്, മുടി അഴിച്ചിടരുത് എന്നുള്ള വ്രതങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗർഭത്തിൻ്റെ ആ ഒരു അവസാന ദിവസമായപ്പോഴേക്കും ഗർഭത്തിൻ്റെ ആ ഒരു ക്ഷീണം കൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം. ഏത് വ്രതം എടുക്കുമ്പോഴും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുത്. ഈ പുംസവന വ്രതത്തിൽ അങ്ങനെയാണ്, രാത്രി ഭക്ഷണം കഴിക്കരുത് എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ വ്രതം എന്നൊക്കെ പറയാം, അതായത് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള വ്രതം. ഇത് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്നതാണേ. ഒരു ദിവസമൊക്കെ ആണെങ്കിൽ പൂർണ്ണ ഉപവാസമാവാം. ഇത് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്രതമാണ്. അപ്പോൾ അതിൽ സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിഞ്ഞ് എണീക്കാൻ നോക്കുമ്പോൾ ആ ഒരു ഗർഭത്തിൻ്റെ ആ ഒരു ആലസ്യം, ഗർഭം പ്രസവം ഏതാണ്ട് സമയമൊക്കെ ആയി കഴിഞ്ഞു, വല്ലാണ്ടൊരു ക്ഷീണം വന്നു. ഇരുന്നിടത്ത് എണീക്കാൻ നോക്കിയപ്പോഴേക്കും അവിടെ തന്നെ ഇരുന്നിട്ട് ഒന്ന് ചാരി ഇരുന്നപ്പോഴേക്കും ഉറങ്ങിപ്പോയി. ആ ചാരിയപ്പോൾ മുടി കെട്ടി വെച്ചത് അങ്ങോട്ട് അഴിയും ചെയ്തു. വ്രതം മുടങ്ങി. അവസാന നിമിഷം ആ വ്രതം മുടങ്ങി. ആ വ്രതം മുടങ്ങി എന്ന് കണ്ടപ്പോൾ ദേവേന്ദ്രൻ ചെറിയൊരു രൂപം സ്വീകരിച്ച് ആ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് ദിതിയുടെ അവിടെ സൂര്യനെ പോലെ ജ്വലിക്കുകയാണ് ആ ഉണ്ണി. ദിതിയുടെ ഒരു വർഷത്തെ വ്രതത്തിൻ്റെ ഫലമാണ്. ആ ഉണ്ണിയെ 7 കഷ്ണങ്ങളാക്കിയിട്ട് 7 കഷ്ണങ്ങളാക്കിയപ്പോൾ 7 കുട്ടികളായിട്ട് മാറി. വീണ്ടും അവരെ 7 കഷ്ണങ്ങളാക്കി ഓരോ കുട്ടികളെയും. അങ്ങനെ 7 49 കുട്ടികളായിട്ട് മാറി. വീണ്ടും വെട്ടാൻ നോക്കിയപ്പോൾ കുട്ടികൾ പറഞ്ഞു അത്രേ, അതേ ദേവേന്ദ്ര, എന്തിനാ ഈ ഞങ്ങളെ വെട്ടേണ്ട ആവശ്യം? അമ്മയുടെ വ്രതം മുടങ്ങുക കാരണം ഞങ്ങൾ ഇന്ദ്രബന്ധുവായിട്ട് മാറുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ കൊല്ലില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ നിർത്തി എന്ന് പറഞ്ഞു കൊല്ലൽ. അങ്ങനെ ഈ 49 പേരെയും കൊണ്ട് ഇന്ദ്രൻ പുറത്തേക്ക് വന്നു. ദിതി ആ ആലസ്യത്തിൽ നിന്നും ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ വയറൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. എവിടെ പ്രസവിച്ച കുട്ടി എവിടെ നോക്കുമ്പോൾ 49 കുട്ടികൾ അവിടെയുണ്ട്, ദേവേന്ദ്രനുമുണ്ട്. ഈ ആരാണ്, എന്താ സംഭവിച്ചത് ചോദിക്കുമ്പോൾ പറഞ്ഞു, അമ്മേ ഞാൻ ദേവേന്ദ്രനാണ്. അമ്മ ഇങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടി മകൻ ഉണ്ടാവാൻ വ്രതം എടുക്കുന്ന സമയത്ത് എനിക്ക് വലിയ പരിഭ്രമമായിരുന്നു. ഇപ്പം അമ്മയുടെ വ്രതം മുടങ്ങി. ഞാൻ അമ്മയുടെ ഗർഭോന്തരത്തിൽ കയറിയിട്ട് കുട്ടികളെ 49 കഷ്ണമാക്കിയപ്പോഴേക്കും 49 കുട്ടികളായിട്ട് മാറി. അമ്മയുടെ വ്രതത്തിൻ്റെ ശക്തി കൊണ്ട് ഒരു കുട്ടിക്കും ഒരാപത്തും പറ്റിയിട്ടില്ല. ഇവരെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് സമയത്ത് ദിതി ചിന്തിച്ചു അത്രേ, ഇന്ദ്രനെ കൊല്ലണം എന്ന് താൻ ആഗ്രഹിച്ചു അല്ലേ. ഇന്ദ്രനെ കൊല്ലാനൊരു മകനുണ്ടാവണം എന്ന് ആഗ്രഹിച്ചു. അതിനു മുമ്പ് എന്തായിരുന്നു ആഗ്രഹിച്ചത്? തൻ്റെ മക്കൾക്ക് സ്വർഗത്തിൽ കഴിയാൻ പറ്റണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഈ മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. വ്രതം എടുക്കുന്ന സമയത്ത് നമ്മൾ ആ വ്രതം വേണ്ട പോലെ എടുത്തു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് സഫലമാക്കി തരും. എങ്ങനെ? മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാണ്ട് സഫലമാക്കും. തൻ്റെ മക്കൾക്ക് സ്വർഗത്തിൽ താമസിക്കണമെന്ന മോഹം സാധിപ്പിച്ചു. 49 കുട്ടികൾ. ഇന്ദ്രൻ വന്ന് വെട്ടി നുറുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുള്ളൂ. ഇത് തൻ്റെ 49 കുട്ടികൾ സ്വർഗത്തിലേക്ക് ജനിച്ച ഉടനെ പോവുകയാണ്. എന്നാൽ ഇന്ദ്രന് ഒട്ട് വിഷമം വന്നതുമില്ല. ഇതാണ് ഭഗവാനെ ആരാധിച്ചാൽ ഉണ്ടാവുന്ന ഗുണം. അപ്പം ഏത് കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടും ഏതാഗ്രഹം വെച്ചുകൊണ്ടും ഭഗവാനെ ആരാധിച്ചോളൂ. ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ആ ആരാധന തീവ്രമാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം കിട്ടും. അതിൽ യാതൊരു സംശയവും വേണ്ട. ആ ദിതിയുടെ ആ ഒരു മക്കൾ 49 പേരാണ്. മരുദേവന്മാർ, കാറ്റിൻ്റെ ദേവന്മാരായിട്ട് വായുദേവൻ്റെ അസിസ്റ്റന്റുമാർ എന്ന് വേണമെങ്കിൽ പറയാത്രേ. കാറ്റിൻ്റെ പുറമെ പ്രധാന ദേവൻ വായുദേവൻ. ആ വായുദേവൻ്റെ സഹായികളായിട്ട് മരുദേവന്മാർ, മരുത്തുക്കൾ എന്ന് പറയും. 49 തരത്തിലുള്ള കാറ്റ് ഉണ്ട് അത്രേ. അതിൻ്റെ ദേവന്മാരായിട്ട് അവിടെ ഇന്നും സ്വർഗത്തിൽ ധീരപുത്രന്മാരവിടെ കഴിയണമെന്ന് പറഞ്ഞു. ഇങ്ങനെ 6ാമത്തെ സ്കന്ധം അവിടെ സമർപ്പിച്ചപ്പോൾ 7ാം സ്കന്ധത്തിൽ പരീക്ഷിതന്റെ ചോദ്യം, ഭഗവാൻ ദേവപക്ഷപാതിയാണോ? ഈ ദേവന്മാരോട് ഭഗവാന് കുറച്ചൊരു വാത്സല്യം കൂടുതൽ ഉണ്ടോ? ഈ അസുരന്മാരൊക്കെ യുദ്ധത്തിൽ കൊല്ലണോ? ദേവന്മാരോട് പ്രത്യേക വാത്സല്യം ഉണ്ടോ? അപ്പോഴാണ് ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞ, പരീക്ഷത്തെ അങ്ങയുടെ ചോദ്യം നല്ല ചോദ്യമാണ്. നല്ലൊരു ഗുരുനാഥനാണെങ്കിൽ ശിഷ്യന്മാരുടെ ചോദ്യത്തെ അഭിനന്ദിക്കും. നല്ല ചോദ്യമാണ്, പരിഭ്രമിക്കേണ്ടതില്ല. ഭഗവാനിൽ സംശയം തോന്നുക പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം എന്താ? ഭഗവത് കഥകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണ ഉറപ്പാണ് ചോദ്യം ചോദിക്കുന്നത്. അതെന്തേ അങ്ങനെ പറഞ്ഞത്? അല്ലേ, ശ്രദ്ധിക്കുന്നവർക്കേ ഉള്ളൂ, അല്ലാത്തവർക്ക് വന്നു ഇരുന്നു കേട്ടു പോയി എന്നല്ലാണ്ട് ശ്രദ്ധിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കുന്നത്. പരീക്ഷത്തെ നന്നായി ഓർന്നു. ഇത് അങ്ങയുടെ ഉള്ളിൽ ഇപ്പം അല്ല ആദ്യമായിട്ട് ഇതുപോലെ സംശയം വന്നത്. ഇതിനു മുമ്പ് അങ്ങയുടെ മുത്തശ്ശനായിട്ടുള്ള ധർമ്മപുത്ര മഹാരാജാവിന് യുധിഷ്ഠിരന് സംശയം വന്നിട്ടുണ്ട്.
രാജസൂയാഗത്തിൽ വെച്ചിട്ട് ശിശുപാലന് മോക്ഷം കൊടുത്തപ്പോൾ യുധിഷ്ഠിരന് സംശയം ഉണ്ടായി. ശിശുപാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം പേര് തന്നെ പറയുക, ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ശിശുപാലൻ എന്നല്ല പറയുക, കൃഷ്ണദ്വേഷി ശിശുപാലൻ, കൃഷ്ണ ചീത്ത പറയുന്ന ശിശുപാലൻ എന്നാ പറയുക. അപ്പോൾ കൃഷ്ണദ്വേഷിയായിട്ടുള്ള ശിശുപാലൻ ജനിച്ച ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം മുതൽ കൃഷ്ണ ചീത്ത വർണ്ണം കൊണ്ട് അധിക്ഷേപിച്ചും കൊണ്ടാണ്. രാജസൂയാഗത്തിൽ ഭഗവാന്റെ കാല് കഴുകിച്ച തീർത്ഥം എല്ലാവരെയും തളിച്ച കൂട്ടത്തിൽ ശിശുപാലൻ്റെ ദേഹത്തിലും തളിച്ചപ്പോൾ ശിശുപാലൻ അവിടുന്ന് ഭഗവാനെ അങ്ങോട്ട് അധിക്ഷേപിക്കാൻ തുടങ്ങി. സാധാരണ കുറേ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിർത്താറുണ്ട്. ഇവിടെ ആ ഭഗവാന്റെ കാല് കഴിച്ച തീർത്ഥം തലയിൽ വീണപ്പോൾ ഒരു കണക്കുമില്ലാണ്ട് അങ്ങനെ പരിഹസിച്ചു. ആ ഭഗവാനെ അധിക്ഷേപിക്കുന്നത് കണ്ടത് ഭീമസേനും അർജുനനും ഒക്കെ ആയുധവുമായിട്ട് വന്നു. അവിടെ ഇരിക്കുന്ന ബ്രാഹ്മണരൊക്കെ അവണപ്പലക എടുത്തിട്ട് അവരുടെ തലയടിച്ച് പൊട്ടിക്കാൻ വന്നു. അവരൊക്കെ നാരദ മഹർഷി തടഞ്ഞു നിർത്തി. അവസാനം കുറേ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എണ്ണം ഉണ്ട്. 100 കഴിഞ്ഞ് 101ാമത്തെ അധിക്ഷേപമായപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടുന്ന് എണീറ്റിട്ട് ചക്രായുധം കൊണ്ട് ശിശുപാലൻ്റെ ശിരത ഛേദിച്ചു. എന്തേ ഭഗവാൻ അതിനു മുമ്പ് ഛേദിക്കാണ്ടിരുന്നത്? ശിശുപാലൻ ജനിച്ചപ്പോൾ 3 കൈയുണ്ടായിരുന്നു, പുറത്തൊരു കൈയുണ്ടായിരുന്നു. ജ്യോത്സ്യന്മാർ പറഞ്ഞു, ആരുടെ കൈ കൊണ്ടാണോ ഇവൻ മരിക്കുക ആ ആൾ തൊട്ടാൽ 3ാമത്തെ കൈ പോകും. ശിശുപാലൻ്റെ അമ്മ പല ആൾക്കാരെ കൊണ്ട് അതെ കുട്ടി ഒന്ന് തൊടുവോ ചോദിച്ചു അത്രേ. അവസാനം കൃഷ്ണൻ വന്ന് തൊട്ടപ്പോഴാണ് അത്തരം 3ാമത്തെ പുറത്തെ കൈ പോയത്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി കൃഷ്ണനാണ് നിഗ്രഹിക്കുക എന്നുള്ളത്. കൃഷ്ണ, ഇവൻ ദിവസം ഒരു 100 തെറ്റ് ചെയ്താലും നീ ഇവനെ കൊല്ലരുത് കേട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഇത് ശിശുപാലനറിയാം, ഞാൻ ചെയ്യുന്ന ഒരു 100 തെറ്റ് വരെ കൃഷ്ണൻ തന്നെയൊന്നും ചെയ്യില്ല എന്ന്. ഈ ഭഗവാന്റെ കാല് കഴിച്ച തീർത്ഥം തലയിൽ വീണ ആ ഒരു ദേഷ്യത്തിൽ അവിടെ എണ്ണൊക്കെ തെറ്റിപ്പോയി. 100 കഴിഞ്ഞ് 101ാമത്തെ അധിക്ഷേപം വന്നപ്പോഴാണ് ഭഗവാൻ ശിശുപാലനെ നിഗ്രഹിച്ചത്. പക്ഷേ ശിശുപാലൻ്റെ ജീവൻ ഭഗവാന്റെ കാൽക്കലിക്ക് വരുന്നത് നാരദ മഹർഷി, യുധിഷ്ഠിരൻ, ആ പാണ്ഡവന്മാർ എന്ന് വേണ്ട രാജസൂയത്തിന് അവിടെ കൂടി എല്ലാവരും കണ്ടു അത്രേ. അപ്പോഴാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്, വന്ദിക്കുന്നവർക്കല്ലേ മുക്തി കൊടുക്കുക, നിന്ദിച്ചവർക്ക് മുക്തി കൊടുക്കുമോ ചോദിച്ചപ്പോഴാണ് ഭഗവാന് വന്ദിക്കുക നിന്ദിക്കുക എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. കേനാഭ്യുപായേന മനഃകൃഷ്ണേ നിവേശയിൽ, ഏതെങ്കിലും മാർഗത്തിൽ മനസ്സ് ഭഗവാനിലേക്ക് എത്തിയാൽ മതി. ഈ ശിശുപാലൻ ആരായിരുന്നു എന്നറിയോ? പണ്ട് ഹിരണ്യകശിപുവായിരുന്നു. പുത്രനായ പ്രഹ്ലാദനെ, ഭക്തനായ പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കിയപ്പോൾ ഭഗവാൻ നരസിംഹാവതാരം സ്വീകരിച്ചിട്ട് നിഗ്രഹിച്ചിട്ടുണ്ട്. പിന്നീട് രാവണനായിരുന്നു. അന്ന് സീതാദേവി അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ശ്രീരാമനായിട്ട് വന്ന് ഭഗവാൻ നിഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശിശുപാലനായി കൃഷ്ണൻ വന്ന് നിഗ്രഹിച്ചു. കൂടെ ഒരാളുണ്ടായിരുന്നു, ഹിരണ്യകശിപുവിൻ്റെ കൂടെ ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയായിട്ട് വന്ന് നിഗ്രഹിച്ചു. രാവണൻ്റെ കൂടെ കുംഭകർണൻ ശ്രീരാമൻ നിഗ്രഹിച്ചു. ഈ ശിശുപാലന് ശേഷം ദന്തവക്ത്രൻ കൂടിയുണ്ട്. താമസിയാണ്ട് ഭഗവാൻ നിഗ്രഹിക്കും എന്ന് പറഞ്ഞു. ദന്തവക്ത്രൻ ആ സഭയിലുണ്ടായിരുന്നു, കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഈ കഥകളൊക്കെ ഒന്ന് എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞു യുധിഷ്ഠിര നാരദ മഹർഷിയോട്. ഹിരണ്യാക്ഷനായിരുന്ന കഥ, ഹിരണ്യകശിപുവായിരുന്ന കഥ, അതേ എല്ലാ കഥയും കൂടി ഒന്നും പറയാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ എപ്പോൾ തന്നെ സന്ധ്യാസമയമായി. അത് മാത്രമല്ല, അവിടെ രാജസൂയ യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവണന്റെ കഥയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ രാമായണം 24,000 ശ്ലോകങ്ങളുണ്ട്. ഭാഗവതം 18,000 ശ്ലോകമേ ഉള്ളൂ. ഈ 18,000 ശ്ലോകമുള്ള ഭാഗവതം പറയുമ്പോൾ അതിനിടയിൽ 24,000 ശ്ലോകമുള്ള രാമായണം പറയണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി എത്രയാവും? ശ്ലോകങ്ങൾ എത്രയാവും? രാമായണം നവാഹമായിട്ടാണ് നടത്താറ് അല്ലേ? 9 ദിവസം വായിക്കാണ്ട്. സപ്താഹം 7 ദിവസം ഉള്ളൂ. ഇതിനിടയിൽ 9 ദിവസം ഉള്ള കഥ പറയാൻ പറ്റുമോ? നാരദ മഹർഷിക്കാണെങ്കിൽ ചുരുക്കി പറയുന്ന സമ്പ്രദായവും ഇല്ല, വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കും. ഭഗവാന്റെ കഥയല്ലേ, വിസ്തരിച്ചേ പറയുള്ളൂ. അങ്ങേക്ക് രാമന്റെ കഥ ഭാവിയിൽ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു തരും എന്ന് പറഞ്ഞു. രാമവീര്യം ശ്രോഷിത്വം മാർക്കണ്ഡേയ മുഖാൽ പ്രഭോ, ഭാവിയിൽ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു തരും. അത് എപ്പോഴാന്ന് പറഞ്ഞില്ല അത്ര. നാരദ മഹർഷിക്കറിയാം ഇപ്പം രാജസൂയാഗം നടത്തി ചക്രവർത്തിയായിരിക്കണമെന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ കള്ളച്ചീതിലൂടെ ഇതൊക്കെ പോയി 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും ഒക്കെ വേണ്ടി വരും. അങ്ങനെ 12 വർഷം കാട്ടിൽ കഴിയുമ്പോൾ മാർക്കണ്ഡേയ മഹർഷി വന്നിട്ട് 14 കൊല്ലം കാട്ടിൽ കഴിഞ്ഞ് ശ്രീരാമന്റെ കഥ പറഞ്ഞു തരും. ഈ 14 കൊല്ലം കാട്ടിൽ കഴിഞ്ഞ് ശ്രീരാമന്റെ കഥ കേൾക്കുമ്പോൾ ശ്രീരാമൻ 14 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് 12 കൊല്ലല്ലേ വേണ്ടൂ അല്ലേ, ശ്രീരാമൻ അനുഭവിച്ച് അത്ര കാട്ടിൽ കഴിയണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വാസം കിട്ടും അല്ലേ. ഇന്നും ദുഃഖം മാറാനായിട്ട് രാമായണം വായിക്കണു. രാമന്റെ കഥ കർക്കിടക മാസത്തിൽ മുമ്പൊക്കെ പഞ്ഞമാസമാണെന്ന് പറയും.
ചിങ്ങമാസം ആവണം ഒക്കെ കൃഷി വയ്ക്കുന്ന നേരെയായി വിഭവങ്ങളുണ്ടാവണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് കർക്കിടകത്തിൽ പല കഞ്ഞിയൊക്കെ കുടിക്കും. കാരണം കൂട്ടാനും ഉപ്പേരി ഒന്നിനുള്ള വിഭവങ്ങൾ ഉണ്ടാവില്ലേ. അതുകൊണ്ട് കുറച്ച് തുളസിയുടെ ഇലയോ കുരുമുളകോ ജീരകോ എന്തെങ്കിലുമൊക്കെ വറുത്തിട്ടിട്ട് കഞ്ഞി കുടിക്കുക. അതിനെ പിന്നെ ഔഷധ കഞ്ഞിയാക്കിയിട്ട് മാറ്റി കഞ്ഞി ഒക്കെ ഇട്ട് കുടിക്കുക, എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കഞ്ഞി കുടിക്കുക. കാരണം വേറെ ഒന്നും ഇല്ല. ഇന്ന് പിന്നെ അങ്ങനെ ഒരു വിഷമം ഒന്നും ഇല്ല. എന്തായാലും ആ കർക്കിടകകാലത്ത് ദുഃഖങ്ങൾ വരുന്ന സമയത്ത്, ഇല്ലായ്മ വരുന്ന സമയത്ത് രാജ്യ കൊട്ടാരത്തിൽ എല്ലാവർക്കും സുഖങ്ങളോടും കൂടി കഴിയേണ്ടതായ ശ്രീരാമേന്ദ്രൻ കാട്ടിലെ പഴങ്ങൾ കഴിച്ചുകൊണ്ട് കാട്ടാറിലെ വെള്ളം കുടിച്ചുകൊണ്ട് 14 വർഷം അനുഭവിച്ചതായിട്ടുള്ള ആ ഒരു കഥ ഒരു മാസം കൊണ്ട് വായിക്കുക പറഞ്ഞാൽ, ആ രാമകഥ വായിക്കുമ്പോൾ രാമൻ്റെ ആ ദുഃഖം, രാമൻ അനുഭവിച്ച ദുഃഖമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ ദുഃഖമൊന്നും അല്ലാണ്ടേയാവും. അതുകൊണ്ട് രാമായണം വായിക്കണോ ദുഃഖങ്ങളൊക്കെ മാറാനായിട്ട്. അതങ്ങേക്ക് പിന്നീട് പറഞ്ഞു തരുന്നു മാത്രം പറഞ്ഞു. ഇപ്പോൾ പ്രഹ്ലാദൻ്റെ കഥ പറഞ്ഞു തരാം, ഹിരണ്യകശിപുവിൻ്റെ കഥ പറഞ്ഞു തരാം. ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി നിഗ്രഹിച്ച സമയത്ത് ഹിരണ്യകശിപു തൻ്റെ കൂട്ടുകാരായ അസുരന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരനും എൻ്റെ സഹോദരനുമായ ഹിരണ്യാക്ഷനെ ആ മഹാവിഷ്ണു ഒരു പന്നിയുടെ വേഷത്തിൽ വന്ന് നിഗ്രഹിച്ചു. ആ മഹാവിഷ്ണുവിൻ്റെ മാറ് കളർന്ന് ആ ചോര കൊണ്ട് ഞാൻ എൻ്റെ അനിയനെ തർപ്പണം നടത്തും എന്ന് പറഞ്ഞു. അതിന് ഞാൻ തപസ് ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ ഈ വിഷ്ണുവിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നത് മൂലം ഹി വിഷ്ണുർദേവാനാം എത്ര ധർമ്മ സനാതന എന്ന് കാണാം. എന്താ? വിഷ്ണു ദ്വിജപ്രിയാമൂലോ ബ്രാഹ്മണർ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ്. അല്ലെ, ക്ഷേത്രത്തിൽ ബ്രാഹ്മണർ മണ്ഡപത്തിലിരുന്നിട്ട് നാമം ജപിക്കുമ്പോൾ, അവർ വേദം ജപിക്കുമ്പോൾ വാതിൽമാടത്തിലിരുന്നിട്ട് ആ വേദജപമൊക്കെ നടക്കുന്ന സമയത്ത് ശ്രീകോവിലിൽ ചെയ്യുന്നതായിട്ടുള്ള മന്ത്രോപാസനകൾ, പൂജകൾ, ഈ ബ്രാഹ്മണർ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ മുഴുവൻ ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ്. അവരൊരിക്കലും അവർക്ക് വേണ്ടി, ബ്രാഹ്മണർ ഒരിക്കലും അവർക്ക് വേണ്ടി ഒരു കർമ്മവും ചെയ്യാറില്ല. ഏതൊരു ബ്രാഹ്മണനും നിത്യവും ചെയ്യുന്ന സന്ധ്യാവന്ദനങ്ങളിൽ ഗായത്രി ജപം, പ്രണവം, ദശപ്രണവ ഗായത്രി, അതുപോലെ ഉപസ്ഥാനം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുഴുവൻ പുണ്യം ലോകത്തിന് അയക്ക് കിട്ടില്ല. അത്ര ബ്രാഹ്മണർ ചെയ്യുന്ന സന്ധ്യാവന്ദന കാര്യങ്ങളിൽ അവസാനം ഒരു 108 നമശിവായ ജപിക്കും, ഒരു 108 ഓം നമോ നാരായണായ. ഇതിൻ്റെ ഫലം മാത്രമേ ആ ജപിക്കുന്ന അത് കിട്ടുള്ളൂ. ബാക്കി ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഫലം ലോകത്തിനാ പോവുക. അപ്പോൾ ബ്രാഹ്മണർ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളുടെ, അവരുടെ നിത്യകർമ്മങ്ങളുടെ ഫലം മുഴുവൻ ലോകത്തിന് കിട്ടുകൊണ്ട് ലോകം നേരെയാവും. അതുകൊണ്ട് എന്ത് വേണം? ബ്രാഹ്മണരുടെ നിത്യകർമ്മങ്ങളൊക്കെ മുടക്കണം. അങ്ങനെയാണ് കുറച്ചു കാലം മുമ്പുണ്ടായത്. ബ്രാഹ്മണരോട് പൂണൂല് പൊട്ടിച്ച് കളയാനും സന്ധ്യാവന്ദനമൊക്കെ നിർത്താനും ഒക്കെ പറഞ്ഞത്. കാരണം ബ്രാഹ്മണർ പൂണൂലിട്ട് കൊണ്ട് വേണം അവർക്ക് കുളിക്കുന്ന സമയത്ത് ദേവന്മാർക്കും പിതൃക്കൾക്കും ഋഷിമാർക്കും ഒക്കെ തർപ്പണം ചെയ്യാൻ. പൂണൂല് വലത്തോട്ടിട്ടിട്ട് വേണം ദേവന്മാർക്ക് തർപ്പണം ചെയ്യാൻ. പൂണൂല് മാല പോലെ ഇട്ടിട്ട് വേണം പിതൃക്കൾക്ക് ഋഷിമാർക്ക് തർപ്പണം ചെയ്യാൻ. പൂണൂല് ഇടത്തോട്ടിട്ടിട്ട് വേണം പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാൻ. ഇതൊക്കെ ബ്രാഹ്മണർ എന്നും ചെയ്യേണ്ടതാണ്. ദേവന്മാർക്ക്, പിതൃക്കൾക്ക്, ഋഷിമാർക്കൊക്കെ തർപ്പണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് ഇല്ലാണ്ടാക്കാൻ പൂണൂലിനെ പൊട്ടിച്ച് കളഞ്ഞോളാൻ പറഞ്ഞു. എന്നാൽ അവരത് ചെയ്യില്ലല്ലോ, പിന്നെ കുടുംബം നേരെയാവില്ലല്ലോ. അല്ലേ? ദേവന്മാരുടെ അനുഗ്രഹവും ഋഷിമാരുടെ അനുഗ്രഹവും പിതൃക്കളുടെ അനുഗ്രഹവും കൊണ്ടാണ് കുടുംബം നേരെയാവുന്നത്. ഇതിനീ സമന്തപഞ്ചകത്തിൽ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് വസുദേവര് നാരദ മഹർഷിയോട്, ഈ കർമ്മപ്രാരാബ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ നാരദ മഹർഷി പറയുന്നുണ്ട്, ദേവകടം, ഋഷികടം, പിതൃകടം, ഈ 3 കടവും വീട്ടണം എന്നാ. ദേവന്മാരോട് കടമുണ്ട്, അത് വീട്ടണം. ഋഷിമാരോടുണ്ട്, പിതൃക്കളോടുണ്ട്. ബ്രാഹ്മണർ നിത്യേന, ഈ തമിഴ് ബ്രാഹ്മണരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവണി അവിട്ടത്തിനാണ് വലിയ ആ ഒരു ഉപാകർമ്മം എന്ന് പറയും. പൂണൂല് മാറ്റുക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ അവർക്ക് അവിടെയുണ്ട്. ആ ആവണി അവിട്ടത്തിന് വലിയ ടേമാണ് അവരുടെ. ഗംഭീരമായിട്ടുള്ള ആ ഒരു ചടങ്ങുകൾ തന്നെയാണ്, വളരെ പ്രാധാന്യമുള്ള ചടങ്ങുകൾ തന്നെയാണ് അവർ. ഇങ്ങനെ ഓരോരുത്തർക്കും, ഓരോ ബ്രാഹ്മണർക്കും അവരവരുടെ രീതിക്കനുസരിച്ചുള്ള വേദോപാസനകളുണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി, കാരണം ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെയാവും. നേരെയാവരുത് എന്ന് വിചാരിച്ച് ഇതൊക്കെ മുടക്കിയ ഇല്ലങ്ങൾ എവിടെയെങ്കിലും നേരാവണ്ണം നിൽക്കുന്നുണ്ടോ? സന്ധ്യാവന്തനം മുടക്കിയ ആളുകൾ, പൂണൂല് പൊട്ടിച്ചെറിഞ്ഞവർ, അവരുടെ ഇല്ല എവിടെയെങ്കിലും പോയി നോക്കിയാൽ ഒക്കെ തകർന്ന് തേപ്പണായിട്ട് മാറി. കാരണം എന്താ? അവിടെ മുമ്പ് ജീവിച്ചിരുന്ന അവർ ചെയ്തതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങളൊന്നും കാണില്ല. അപ്പുറത്ത് വേറെ ആരെങ്കിലും കുറച്ച് പേര് വേണ്ടാത്ത വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം എടുത്ത് കാണിക്കും.
അല്ലെ? രാവിലെ എത്ര തണുപ്പായാലും ചൂടായാലും ഇടിയായാലും മിന്നലായാലും മഴയായാലും രാവിലെ 2:30 സമയമുണ്ടെങ്കിൽ മേശാന്തിക്ക് എണീറ്റോളണം. നല്ല മഴയാണ്, കുറച്ചുകൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഗുരുവായൂർ മേശാന്തി ആയാലും ചോറ്റാനിക്കര മേശാന്തി ആയാലും ശബരിമല മേശാന്തി ആയാലും 2:30 സമയമുണ്ടെങ്കിൽ എണീറ്റോളണം. മഴയാണ്, തണുപ്പാണ്, ചൂടുവെള്ളം ഉണ്ടാക്കി കുളിക്കാൻ പറ്റുമോ? നല്ല തണുപ്പാ, ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ? ആ കുളത്തിൽ മുങ്ങിക്കുളിക്കണം. മുങ്ങിക്കുളിച്ചിട്ട് ഞാൻ ഈ തണുപ്പല്ലേ ഒരു ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ആവാം, ഇല്ല, ആ ഒറ്റ വസ്ത്രം കൊടുത്തുകൊണ്ട് ഏക വസ്ത്രം ധരിച്ചിട്ട് വേണം ആ ദേവിയുടെ ഗുരുവായൂരപ്പൻ്റെ നട തുറക്കാനും അവിടെ ചെയ്യുന്നതായിട്ടുള്ള പൂജകളും ആ ഉപാസനകളും. ആർക്ക് സാധിക്കും അത്? ആ ഒരു അങ്ങനെയുള്ള ഉപാസനകൾ, അതാണ് ചൈതന്യം, അല്ലേ? അവിടെ ചോറ്റാനിക്കര അമ്മയെ തൊഴാൻ പോണ സമയത്ത് അവിടെ വാതിൽമാടത്തിൽ അമ്മയെ വന്ദിക്കുന്നതിന് മുമ്പ് തന്നെ കാണാൻ പാകത്തിനൊരു ഭക്തന്റെ ചിത്രമുണ്ട്. ചെമ്മങ്ങാട്ട് മനക്കിൽ നരസിംഹ ഭട്ടതിരിയുടെ ചിത്രം. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ദേവിയുടെ ഇന്ന് കാണുന്ന ആ ഒരു ചൈതന്യം, ഇവിടെ തൊഴാൻ വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ദേവിയുടെ ആ ഒരു അനുഗ്രഹത്തിൻ്റെ ശക്തിയും അദ്ദേഹം ചെയ്തതായിട്ടുള്ള ഉപാസന ഒരു മനുഷ്യായുസ്സിൽ അസാധ്യമായിട്ടുള്ള 1500 തവണ ഋഗ്വേദ മന്ത്രങ്ങൾ മുഴുവൻ 1500 തവണ ചൊല്ലി ദേവിക്ക് അഭിഷേകം ചെയ്ത ആ പുണ്യാത്മാവിൻ്റെ ആ ഒരു ചൈതന്യം, അദ്ദേഹം ചെയ്തതായിട്ടുള്ള തപസ്, കാക്കശ്ശേരി ഭട്ടേരി ഉപാസിച്ചതായിട്ടുള്ള ആ ഒരു തപസ് എന്തിന്? എന്നും ഇവിടെ മേശാന്തി ശ്രീകോവിലില് 12,000 ഒരു പുഷ്പാഞ്ജലി നടത്തുന്നുണ്ട്. അറിയോ ആർക്കെങ്കിലും? 1, 2, 10, 20 പുഷ്പാഞ്ജലി അല്ല, ഭഗവതിക്ക് ശ്രീകോവിലിൽ 12,000 പുഷ്പാഞ്ജലി. ഈ 12,000 തവണ കൈകൊണ്ട് ഇങ്ങനെ അർച്ചിക്കണം എന്നുണ്ടെങ്കിൽ കയ്യിൻ്റെ അവസ്ഥ എന്താവും എന്ന് ആലോചിച്ചു. നമ്മൾ ഈ സർവൈശ്വര്യ പൂജയ്ക്ക് ആളുകളെ ഇരുത്താറുണ്ട് ജാതിക്ക്. അവിടെ അവർ 108 തവണ അർച്ചിക്കുമ്പോഴേക്കും അവർ പറയും, അയ്യോ കയ്യേ പൂർത്തിട്ട് ഇങ്ങനെ അർച്ചിക്കണ്ടേ, കൈ വേദനിക്കണമെന്ന്. 12,000 ഒരു പുഷ്പാഞ്ജലി ദേവിക്ക് നിത്യേന. ആ അവർ ചെയ്യുന്ന ഉപാസന ആർക്ക് ചെയ്യാൻ പറ്റും? ആ ഒരു ത്യാഗം. ഇത് ഈ ദുഷ്ടനായിട്ടുള്ള ഹിരണ്യകശിപു പോലും പറഞ്ഞു, ബ്രാഹ്മണരുടെ കർമ്മങ്ങളെ കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു ഈശ്വര ചൈതന്യം അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണരുടെ കർമ്മങ്ങളൊക്കെ മുടക്കണം, യാഗങ്ങൾ മുടക്കണം, പൂജകൾ മുടക്കണം, ഹോമങ്ങൾ മുടക്കണം. ഇതൊക്കെ അവരവർ ഏറ്റെടുത്തു ഓരോ അസുരന്മാർ. ഹിരണ്യകശിപു പോയി തപസ് ചെയ്തു, മന്ത്രഗിരിയിൽ പോയി തപസ് ചെയ്തു, ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി മരണത്തിൻ്റെ വഴിയൊക്കെ അടച്ചു. രാത്രി പകല് മരിക്കരുത്, സമയം അടച്ചു. ബ്രഹ്മാവ് സൃഷ്ടിച്ച 14 ലോകത്തിലും വെച്ച് മരിക്കരുത്, മരിക്കുന്ന സ്ഥലത്തിൻ്റെ വഴി അടച്ചു. മരണകാരണം ബ്രഹ്മാവ് സൃഷ്ടിച്ച ആരും തന്നെ കൊല്ലരുത്, വരം വാങ്ങി. ഇന്നാണെന്നെങ്കിലും പറഞ്ഞിരുന്നു, ക്യാൻസർ വന്ന് മരിക്കരുത്, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കരുത്, കൊറോണ വന്ന് മരിക്കരുത് എന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വരം. ഇന്നാണെങ്കിലും കാരണം ഇന്ന് ആ വഴിക്ക് മരണം സംഭവിക്കുന്നുണ്ടല്ലോ, സോഡിയം കുറഞ്ഞ് മരിക്കരുത്, അല്ലേ? അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാണാം ഇന്ന് രോഗങ്ങൾ. ഒരു രോഗം വന്ന് മരിക്കരുത്, വരങ്ങളൊക്കെ വാങ്ങി. ഹിരണ്യകശിപു ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കി, ദേവന്മാരെയൊക്കെ തൻ്റെ അടിമകളാക്കി മാറ്റി, സൂര്യചന്ദ്രന്മാരെയും ഗ്രഹങ്ങളെയൊക്കെ തൻ്റെ നിയന്ത്രണത്തിലാക്കി. ഒരു ദിക്കിലും ഈശ്വരഭജനമില്ല. യുധിഷ്ഠിരൻ ചോദിച്ചു, നാരദ മഹർഷേ അങ്ങ് നാമം ജപിക്കാറില്ലേ ചോദിച്ചു. ഞാനിടയ്ക്ക് നാമം ജപിക്കണം തോന്നുമ്പോൾ ഹിരണ്യകശിപുവിൻ്റെ അടുത്തെത്തിയിട്ട് കുറേ നാമം ജപിക്കും. എന്നിട്ട് പറയും, ഹിരണ്യകശിപു ഇതൊന്നും എവിടെയും കേൾക്കാനില്ല എന്ന് പറയും. പിന്നെ നാമം ജപിക്കാറാവുന്ന സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് ചെല്ലും. ഹിരണ്യകശിപു പറയും, അതെ എൻ്റെ നാമങ്ങൾ എവിടെയും ഭഗവാന്റെ നാമങ്ങൾ എവിടെയും കേൾക്കാനില്ലല്ലോ. ഇല്ല, നന്നായി. നാരദ മഹർഷി ഇടയ്ക്കിടയ്ക്ക് വരൂ കേട്ടോ, ഇതുപോലെയുള്ള വിശേഷങ്ങൾ അറിയിക്കണം. സന്തോഷമായി. നാരദ മഹർഷി രാവിലെയും വൈകുന്നേരവും വരും അത്രേ, 2 നേരം കൃത്യമായിട്ട് വരും. സന്ധ്യാവന്തനത്തിന് ഹിരണ്യകശിപുവിൻ്റെ അടുത്തൊക്കെയാണ് വരിക. ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് വന്നിട്ടാണ് സഹസ്രനാമം ചൊല്ലുക. ഒരു ദിവസം തിങ്കളാഴ്ചയാണെങ്കിൽ ആ ശിവൻ്റെ സഹസ്രനാമം ചൊല്ലിയിട്ട് പറയുമ്പോൾ ഇതൊന്നും എവിടെയും കേൾക്കാനില്ല കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച വന്നിട്ട് ലളിതാസഹസ്രനാമം ചെല്ലും, ഇതൊന്നും എവിടെയും കേൾക്കാനില്ല കേട്ടോ. ബുധനാഴ്ച വന്നിട്ട് അയ്യപ്പൻ്റെ സഹസ്രനാമം ചെല്ലും, ഇത് എവിടെയും കേൾക്കാനില്ല കേട്ടോ. വ്യാഴാഴ്ച വന്നിട്ട് വിഷ്ണു സഹസ്രനാമം ചെല്ലും, വെള്ളിയാഴ്ച വന്നിട്ട് ഗണപതിയുടെ സഹസ്രനാമം ചെല്ലും, ശനിയാഴ്ച വന്നിട്ട് അയ്യപ്പൻ്റെ ഹനുമാൻ്റെ സഹസ്രനാമം ചെല്ലും, ഞായറാഴ്ച വന്ന് സുബ്രഹ്മണ്യൻ്റെ സഹസ്രനാമവും ചെല്ലും. എന്നും നാരദ മഹർഷി സഹസ്രനാമജപം നടക്കുന്നുണ്ട്. അത് തുടങ്ങിയിട്ടില്ല. എവിടെയാ? ഹിരണ്യകശിപുവിൻ്റെ മുമ്പിലാ. അല്ലേ? ആരുടെ നാമം ജപിച്ചാലും പോരെ, ഏത് നാമം ജപിക്കണം എന്നില്ലല്ലോ. 1000 നാമം അതുള്ളതിൽ ഏത് ജപിച്ചാലും കുഴപ്പമില്ല. ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ വന്നിട്ട് നാമം മുഴുവൻ ജപിച്ചിട്ട് ഇതൊന്നും എവിടെയും കേൾക്കാനില്ല എന്ന് പറയുമ്പോൾ ഹിരണ്യകശിപുവിന് സന്തോഷമാവണോ?
പക്ഷെ നാമം ജപിക്കുന്നുമുണ്ട്. ഭക്തന്മാർ പറയാറുണ്ട് ഹിരണ്യകശിപുവിന് സന്തോഷമായി എന്ന് പറയണത് എന്തുകൊണ്ടാണെന്നറിയോ? നാരദ മഹർഷി ചെല്ലുന്ന ഈ നാമം കേട്ടിട്ടാണ് സന്തോഷമായി എന്ന് പറയണത് എന്ന്. കാരണം നാമം കേൾക്കുമ്പോഴല്ലാണ്ട് ഒരാൾക്ക് സന്തോഷം ഉണ്ടാവില്ല. ഈശ്വരാരാധന ചെയ്യുമ്പോൾ മാത്രമേ സന്തോഷം ഉണ്ടാവില്ല. ആ നാമം കേൾക്കുന്നുണ്ട്. നാരദ മഹർഷി ചെല്ലുന്ന നാമം കേട്ടിട്ട് ഇതൊന്നും ഇവിടെ കേൾക്കണില്ല എന്ന് പറയുമ്പോൾ സന്തോഷമായി എന്ന് പറയാം. നാമം കേട്ടതിനെ സന്തോഷമായി എന്ന് പറയണത്. കാരണം വൈകുണ്ഠത്തിലെ കാവൽക്കാരനായിരുന്നില്ലേ? അവിടെ ഇരിക്കുന്ന കാലത്ത് അനവധി ഭക്തന്മാരുടെ നാമജപം കേട്ടതാണ്. പക്ഷേ നാരദ മഹർഷി പോയപ്പോഴും ആ കൊട്ടാരത്തിൽ നാമജപം കേട്ടു എന്നാ. ആരെ നാമം ജപിച്ചത്? ഹിരണ്യകശിപുവിൻ്റെ 4ാമത്തെ ഉണ്ണി പ്രഹ്ലാദൻ. ഈ പ്രഹ്ലാദനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി ഇവിടെ നാമം ജപിക്കണത്. പ്രഹ്ലാദനെ കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ? കുട്ടിക്കാലത്ത് നാമജപം കേട്ടാലേ അവർ വലുതാകുമ്പോഴും നാമം ജപിക്കുള്ളൂ. പ്രഹ്ലാദന് 5 വയസ്സാവുന്നത് വരെ നാരദ മഹർഷി വന്നിരുന്നു. അത്രേ ദിവസവും രാവിലെ വൈകുന്നേരവും വരും. നാമങ്ങൾ ചൊല്ലിയിട്ട് അതൊന്നും കേൾക്കാനില്ല എന്നാ അല്ലേ? കർക്കിടകത്തിൽ വന്നു കഴിഞ്ഞാൽ രാമായണമാണ് അത്രേ പറയുക. 1-ാം ദിവസം വന്നിട്ട് ആ രാമായണ കഥകൾ ഇങ്ങനെ കുറച്ച് ചെല്ലും. എന്നിട്ട് പറയും അതെ ഇതൊന്നും എവിടെയും കേൾക്കാനില്ല കേട്ടോ എന്ന് പറയും. 2-ാം ദിവസം വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി പറയും. എന്താ? രാമായണം മുഴുവൻ കർക്കിടകമ്പയ്ക്ക് പറഞ്ഞ് തീരണ്ടേ? ചിങ്ങമാസമായി കഴിഞ്ഞാൽ ഭാഗവതം, കന്നിമാസമായി കഴിഞ്ഞാൽ ദേവി ഭാഗവതം. കാരണം കന്നിയിലല്ലേ നവരാത്രിയൊക്കെ വരുന്നത്, ദേവി ഭാഗവതം. ഇങ്ങനെ ഓരോ മാസവും ഓരോരോ കഥകൾ അങ്ങനെ കേൾപ്പിക്കും അത്രേ. ഇങ്ങനെ പ്രഹ്ലാദൻ്റെ ഉള്ളിൽ ഈ കഥകളൊക്കെ മനപ്പാടായി. പ്രഹ്ലാദൻ ഹരി 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 എന്നുള്ള നാമജപം തുടങ്ങിയപ്പോൾ ആ പ്രഹ്ലാദനെ ഗുരുകുലത്തിൽ അയക്കണു. 3 വയസ്സ് കഴിഞ്ഞപ്പോൾ വിദ്യാരംഭം നടത്തിയിട്ട് ഗുരുകുലത്തിൽ അയക്കണു. ഹരിശ്രീ ഗണപതയെ നമ എന്ന് അല്ലേ എഴുതേണ്ടത്? അതിന് പകരം ഹിരണ്യായ നമ എന്ന് എഴുതാൻ സമ്മതിക്കുമോ? പ്രഹ്ലാദൻ അതിൽ ഹര എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ വായ തുറക്കില്ല അത്രേ. ഹിരണ്യായ നമ എന്നുള്ളതിന് ഹര ഹ എന്ന് എഴുതാം. പിന്നെ വള്ളിയിടുന്ന സമയത്ത് ഹിരണ്യായ എന്നുള്ളതിന് ഹീന്ന് എഴുതണ്ടേ? അത് എഴുതാൻ സമ്മതിക്കില്ല. അത് എഴുതുമ്പോൾ നാവ് മടക്കി വയ്ക്കും. പിന്നെ അവസാനം അത് കഴിഞ്ഞിട്ട് വേഗം ബാക്കി എന്തെങ്കിലും എഴുതിക്കോളൂ എന്ന് പറഞ്ഞേ. കുട്ടികളെ അരിയിൽ എഴുതിക്കുമ്പോൾ കാണാം ചിലപ്പോൾ കരച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ എഴുതുന്നതെന്ന് പറയാൻ വയ്യ. എന്തായാലും എഴുതുന്ന ആൾ മനസ്സിൽ വിചാരിക്കും ഹരിശ്രീ ഗണപതേ നമാന്ന്. എന്തായാലും ഹര എന്ന് മാത്രമേ എഴുതാൻ പറ്റിയുള്ളൂ അത്രേ. അത് മതിയല്ലോ. ഹരേ നമ എന്നല്ലേ വിളിക്കേണ്ടത് ഭഗവാനെ. ഭാഗവതത്തിൻ്റെ ഒക്കെ സാരം മുതലേ ഹരേ നാമം. ആ ഹര എന്ന് എഴുതിയേ വേണ്ടു. ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു തൻ്റെ ഉണ്ണിയെ ത്രിവർഗങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ധർമ്മവും അർത്ഥവും കാമവും പഠിപ്പിക്കാൻ ശുക്രാചാര്യരുടെ ആശ്രമത്തിലേക്ക് പറഞ്ഞു വെച്ചു. ശുക്രാചാര്യ തീർത്ഥാടനത്തിന് പോയിരിക്കുക. മക്കൾ ചന്താമർക്കന്മാർ പഠിപ്പിച്ചു. പ്രഹ്ലാദനെ 1-2 തവണ പ്രഹ്ലാദൻ ലീവിൽ വന്നപ്പോൾ ചോദിച്ചു, എന്താ നീ പഠിച്ചത്? അച്ഛാ കാട്ടിൽ പോയി ഹരിയെ ആരാധിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ കാട്ടിലേക്ക് പോകണ്ട, വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഹരിയെ ആരാധിച്ചാൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ശ്രവണം വേണം, പിന്നെ കീർത്തനം വേണം, ഭഗവാനെക്കുറിച്ച് കേൾക്കണം, ഭഗവാനെക്കുറിച്ച് പറയണം, ഭഗവാനെ ഓർക്കണം, സജ്ജനങ്ങളെ ബഹുമാനിക്കണം, ഭഗവത് പൂജകൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം, ഭഗവാന്റെ ദാസനായിട്ട് മാറണം, അവസാനം തന്നെ ഭഗവാൻ സമർപ്പിക്കണം. ഭക്തിയുടെ 9 ലക്ഷങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടുന്ന് ഹിരണ്യകശിപുവിന് ദേഷ്യം വന്ന് സർവേരുപായ ഹന്തവ്യ, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നോളൂ എന്ന് പറഞ്ഞേക്കണതും ആ ഹിരണ്യകശിപുവിനെ ആ ആജ്ഞ പാലിക്കാനായി പല രീതിയിൽ പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കണു. വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ നോക്കണു. വെട്ടിക്കൊല്ലാൻ പോയവർ തമ്മിൽ വെട്ടിമരിക്കുക. പ്രഹ്ലാദനൊന്നും പറ്റണില്ല. ആനയെ കൊണ്ട് ചവിട്ടിക്കാൻ നോക്കണു. പ്രഹ്ലാദൻ്റെ അടുത്ത് സിംഹം അലറിയും കൊണ്ട് നിൽക്കുന്നത് കാണുന്നു. ആനയ്ക്കടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ നോക്കുമ്പോൾ പാമ്പ് കാണുന്നത് അനന്തനെ കാവലായിട്ട് നിൽക്കുന്ന പ്രഹ്ലാദനെയാണ് കാണുന്നത്. അനന്തൻ അവിടെ നിൽക്കുന്നുണ്ട്. അവിടേക്ക് പാമ്പിന് ചെല്ലാൻ പറ്റുന്നില്ല. കയാധുവിനെ കൊണ്ട് വിഷം കൊടുത്തു നോക്കി. പ്രഹ്ലാദനൊന്നും ബാധിക്കുന്നില്ല. ഹോളികയെ കൊണ്ടുപോയി പ്രഹ്ലാദനെ എടുത്തു കൊണ്ടുപോയി വിറക് കുമ്പാരത്തിൻ്റെ മുകളിൽ കയറി താഴെ തീ കൊളുത്തി. പക്ഷേ ഹോളിക മരിക്കുക എന്നല്ലാണ്ട് പ്രഹ്ലാദനൊന്നും പറ്റിയില്ല. ഇങ്ങനെ പല രീതിയിൽ കൊല്ലാൻ നോക്കി, പറ്റുന്നില്ല. അവസാനം പ്രഹ്ലാദനെ കെട്ടിയിട്ടു. കുട്ടികൾ വന്ന് ചോദിച്ചു, പ്രഹ്ലാദ അച്ഛൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടല്ലേ, നാമം ജപിച്ചുകൊണ്ടല്ലേ പ്രഹ്ലാദനെ ഇങ്ങനെ കൊല്ലാൻ നോക്കണത് ചോദിച്ചു. അല്ല കുട്ടികളെ, നാമം ജപിച്ചുകൊണ്ടാണ് അച്ഛൻ്റെ ഭടന്മാരെന്നെ കൊല്ലാൻ നോക്കിയിട്ടും ഞാൻ മരിക്കാത്തത് എന്നാണ് പറഞ്ഞത്. എന്നെ കൊല്ലാൻ നോക്കുക അല്ലേ ഉള്ളൂ, ഞാൻ മരിക്കണില്ലല്ലോ. ഞാൻ രക്ഷപ്പെടുന്നത് നാമം ജപിച്ചുകൊണ്ടാണ്. നാമം ജപിക്കുന്നവർക്ക് എപ്പോഴും രക്ഷയായിട്ട് ഭഗവാനുണ്ട്. ഭഗവാൻ കാവൽക്കാരനായിട്ടുണ്ട്. പ്രഹ്ലാദ,
വലുതായിട്ട് ജപിച്ചാൽ പോരെ ചോദിച്ചു. പോരെ കുട്ടികളെ, കൗമാര ആചരയിൽ പ്രാജ്ഞ, കുട്ടിയായിരിക്കുമ്പോൾ വേണം നാമം ജപിച്ച് ശീലിക്കാൻ. കാരണം കുട്ടിക്കാലത്ത് ഈശ്വരാരാധന ഇല്ലാണ്ട് കഴിഞ്ഞാൽ യൗവനത്തിൽ കഥംപ്രിയായ അനുകമ്പിതായ സംഘം രഹസ്യം. യുവാവാണെങ്കിൽ യുവതിയുടെ പിന്നാലെയും യുവതിയാണെങ്കിൽ യുവാവിൻ്റെ പിന്നാലെയും പോവുകയുള്ളൂ. പിന്നെ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അവനവൻ്റെ കുട്ടികളെ കളിപ്പിച്ച് ഈ കുട്ടിയെ ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് പറയുക. അവനവൻ്റെ കുട്ടിയുടെ ഓരോരോ കാര്യങ്ങൾ നോക്കും. അത് കഴിഞ്ഞാൽ അവനവൻ്റെ കുട്ടി കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്കൊരു കുട്ടി ഉണ്ടായാൽ ഉണ്ണിയുണ്ടായി ഏൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി ഏൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി ഏൽപ്പിച്ചതിലൊരു എത്ര പരമ്പര ഉണ്ടായാലും ഈ ഉണ്ണിയെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഈ ഉണ്ണിയെക്കുറിച്ച് ചിന്തിക്കാൻ കുട്ടിക്കാലം തന്നെ വേണം. കുട്ടിക്കാലത്ത് തന്നെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കണം. പ്രഹ്ലാദൻ ആരായി നാമം പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഗർഭത്തിൽ കിടക്കുമ്പോൾ ഇന്ദ്രൻ അമ്മയെ കൊണ്ടുപോയി. ഗർഭത്തിൽ നിന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. നാരദ മഹർഷി അവിടുന്ന് ഇത് കൊല്ലാനുള്ള ആളല്ല കേട്ടോ, ഭക്തനാണ് ഈ ഗർഭത്തിലെന്ന് പറഞ്ഞ് ഇന്ദ്രൻ അമ്മയെ പ്രവേശനം വെച്ച് നമസ്കരിച്ചു. നാരദ മഹർഷി ആശ്രമത്തിൽ കൊണ്ടുപോയി ഗർഭത്തിൽ കിടക്കുന്ന എന്നെ ഉദ്ദേശിച്ച് അമ്മയ്ക്ക് ഭാഗവതം പറഞ്ഞു കൊടുത്തു. ഞാനത് പഠിച്ചു. ആ ഭാഗവതത്തിൻ്റെ അവസാനം നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം, എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാവാൻ നാമം ജപിച്ചാൽ മതി. കുട്ടികളെ നാമം ജപിക്കുക എന്ന് പറഞ്ഞ പ്രഹ്ലാദൻ ചൊല്ലി കൊടുക്കുന്നു. എല്ലാ കുട്ടികളും ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നാമം ജപിക്കുമ്പോഴേക്കും എല്ലാവരും നാമം ജപിക്കുന്നത് കേട്ടിട്ടാണ് ചണ്ടാമർക്കന്മാർ വരുന്നത്. അവർ നിർത്തൂ 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 എന്ന് പറയുന്നുണ്ട്. നാമം തുടങ്ങിയാൽ പിന്നെ ആരെങ്കിലും നിർത്തുമോ? നാമ ഉച്ചാരണ ലഹരിയാണ്. നാമം ജപിച്ച് കുട്ടികളങ്ങോട്ട് ലഹരിയിൽ വന്നു. അവസാനം ചണ്ടാമർക്കന്മാർ പോയിട്ട് പറഞ്ഞു, ഹിരണ്യകശിപു ഹിരണ്യകശിപു മഹാരാജാവേ, എല്ലാ കുട്ടികളെയും കൊണ്ടും പ്രഹ്ലാദൻ നാമം ജപിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാണ് നിനക്ക് നാമം ജപിക്കാൻ ശക്തി തരേണ്ടത്? ഞാൻ നിന്നെ പലതവണ കൊല്ലാൻ നോക്കിയിട്ടും എൻ്റെ ഭടന്മാർ കൊല്ലാൻ നോക്കിയിട്ടും നീ രക്ഷപ്പെടണോ? ആരാണ് നിന്റെ രക്ഷിതാവ് ചോദിച്ചു. അച്ഛാ, ഈ ലോകത്ത് ഒരേ ഒരു രക്ഷിതാവ് മാത്രമേ ഉള്ളൂ, ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ. എവിടെ നിന്റെ വിഷ്ണു ചോദിച്ചു. സർവത്ര എല്ലാ ദിക്കിലും ഉണ്ട്, പക്ഷേ ഞാൻ കാണുന്നില്ലല്ലോ. കാണണമെന്നുണ്ടെങ്കിൽ അസുരം ഭാവം, അച്ഛാ അസുരഭാവം വിട്ട് ഭക്തഭാവത്തിലേക്ക് വരണം. അച്ഛൻ നാമം ജപിക്കൂ, ഭഗവാനെ കാണാൻ പറ്റും. കസ്മാൽ സ്തംഭേന, ഈ തൂണിലുണ്ടോ ചോദിച്ചു. ദൃശ്യതേ തൂണിലുണ്ട്. എന്നാൽ ഇനി നീ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇതുവരെ എൻ്റെ ഭടന്മാരാ നിന്നെ കൊല്ലാൻ നോക്കിയത്, ഇവിടെ ഞാനാണ് നിന്നെ കൊല്ലാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് ഹിരണ്യകശിപു ആ അരയിൽ നിന്നും വാളെടുത്ത് പ്രഹ്ലാദൻ്റെ തലങ്ങട് വെട്ടാൻ ഒരുങ്ങിയപ്പോഴേക്കും ഈ തൂണിൽ വിഷ്ണു ഉണ്ട് എന്നല്ലേ പറഞ്ഞത്, അതില്ല എന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സ്തംഭം തതാണ് അതിബലസ്വ മുഷ്ടിന, വാള് പിടിച്ച മുഷ്ടി കൊണ്ട് ഒരൊറ്റ ഇടി ആ തൂണിലിടിച്ചപ്പോഴേക്കും ബഭൂവയേന അണ്ടകടാഹമസ്ഫുടൽ, ബ്രഹ്മാണ്ടം മുഴുവൻ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള അതിഘോരമായിട്ടുള്ള ശബ്ദത്തോടുകൂടി സത്യം വിദാതും നിജ ഭൃത്യഭാഷിതം, തൻ്റെ ഭക്തന്റെ വാക്ക് സത്യമാണോ എന്ന് കാണിച്ചുകൊണ്ട് എവിടുന്ന് വേണമെങ്കിലും എനിക്ക് വരാൻ സാധിക്കുമെന്ന് കാണിച്ചുകൊണ്ട് സ്തംഭം പിളർന്ന സഭയിൽ പിറന്നൊരാ രൂപം വിചിത്രം, മൃഗമല്ല മർത്യനും. ആ തൂണ് പടർന്ന ശബ്ദമാണോ, തൂണിനെ ഇടിച്ച ശബ്ദമാണോ, അവിടുന്ന് വന്ന ഉഗ്ര നരസിംഹമൂർത്തിയുടെ കൃത്വ അട്ടഹസിച്ചുകൊണ്ട് നാമം ജപിക്കുന്നവരുടെ എതിരെ ആരെങ്കിലും അക്രമം കാണിക്കാൻ പുറപ്പെട്ടാൽ അവരുടെ ഗതി ഇതാണെന്ന് കാണിച്ചു തന്നുകൊണ്ട് ആ നരസിംഹമൂർത്തി അവിടുന്ന് തീക്കട്ട പോലെ ജ്വലിക്കുന്ന ആ കണ്ണുകളും പാരിപ്പറക്കുന്ന സടാകേശ്വരങ്ങളും കുറ്റിച്ചെവിയും ആ ചെറിയ കഴുത്തും ആ ചോരയൊലിക്കുന്ന നാവും വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദംഷ്ട്രപ്പല്ലുകളുമായിട്ട് അട്ടഹസിച്ചുകൊണ്ട് ആ ഹിരണ്യകശിപുവിൻ്റെ നേരെ നിന്ന്, ഹിരണ്യകശിപു ആണെങ്കിൽ പണ്ട് പന്നിയായിട്ട് എൻ്റെ അനിയനെ കൊല്ലാൻ വന്നത്, ഇന്ന് സിംഹത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞ് ആ ഹിരണ്യകശിപു ഈ നരസിംഹമൂർത്തിയുടെ നേരെ ചെല്ലുമ്പോൾ ഹിരണ്യകശിപുവിനെ എടുത്തിട്ട് ഒറ്റ ഏറെറിയുക. കുറേ ചുറ്റും നോക്കി അട്ടഹസിക്കണോ. ഹിരണ്യകശിപു പറഞ്ഞ ഏറ്റു വരണോ, വീണ്ടും അവനെ എടുത്ത് എറിയണോ. അപ്പോഴാണ് ഹിരണ്യകശിപുവിൻ്റെ കയ്യിലെ ഗദ ഭഗവാൻ ശ്രദ്ധിച്ചത്. ഈ ഗദ കയ്യിലുള്ളപ്പോൾ അവനെ കൊല്ലാൻ പറ്റില്ല. ഭഗവാൻ തൻ്റെ കൗമോദകി ഗദ കൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ ആ ഗദ ഒരൊറ്റ അടി കൊടുത്തു. 7-ാം കടലിന് അക്കരെയാണ് ആ ഗദ എന്ന് വീണത്. പിന്നെ ഹിരണ്യകശിപുവിനെ 2 കൈകൊണ്ടും എടുത്ത് ഒരൊറ്റ ഏറെറിഞ്ഞു. ആ അമ്മറപ്പടിയിൽ
ആ നട്ടല് തല്ലിയങ്ങട് വീണു. കടപട്ടപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് അതിഗംഭീരമായൊരു വെടിക്കെട്ട് അത്ര ഉണ്ടായത്. ഹിരണ്യകശിപുവിന്റെ നട്ടല്ല ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പൊട്ടുന്നതായിട്ടുള്ള ശബ്ദം. അവിടുന്ന് എണീറ്റ് വരാൻ പറ്റുന്നില്ല. നരസിംഹമൂർത്തി ചുറ്റും നോക്കി അട്ടഹസിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ, എൻ്റെ ഭക്തനെ പ്രഹ്ലാദനെ ദ്രോഹിക്കാനായിട്ട്, നാമം ജപിക്കുന്നവരെ ദ്രോഹിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ആ ഒരു നരസിംഹമൂർത്തിയുടെ അട്ടഹാസം. നരസിംഹമൂർത്തി നോക്കുമ്പോൾ എന്താ ഹിരണ്യകശിപുവിന് നീണ്ടു വരാത്തത്? നട്ടല് തകർന്ന് കിടക്കുക, അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് വരാൻ വയ്യ, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് നരസിംഹമൂർത്തിയും ആ അമ്മറപ്പടിയുടെ അടുത്തേക്ക് ചെന്ന് ആ ബ്രഹ്മാവിനെ ഒന്നവിടെ നോക്കി. ബ്രഹ്മാവെ, കുറേ വരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ, ഏതാണ്ട് വരങ്ങളൊക്കെ പൂർത്തിയായിട്ടില്ലേ, ഞാനിവനെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ അമ്മറപ്പടിയിൽ കിടക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ മാറിലേക്ക് നരസിംഹമൂർത്തി തൻ്റെ കൈകളായ നഖങ്ങൾ അങ്ങനെ ഇറക്കാൻ നോക്കിയപ്പോഴേക്കും ബ്രഹ്മാവ് ഒന്ന് തൊഴുതു പറഞ്ഞു, ഭഗവാനെ ഒരു വരം കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. ഏതാ? രാത്രിയും പകലും കൊല്ലരുത്, സന്ധ്യാസമയമാണ്, വരം പാലിച്ചിട്ടുണ്ട്. മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, മനുഷ്യനും മൃഗവുമല്ല, നരസിംഹമൂർത്തിയാണ്. ബ്രഹ്മാവ് സൃഷ്ടിച്ചവരാരും കൊല്ലരുത്, ബ്രഹ്മാവ് സൃഷ്ടിച്ച ആളല്ല, ബ്രഹ്മാവിനെ സൃഷ്ടിച്ചയാളാണത്. പിന്നെ ഉള്ള വരം എന്താ ചോദിച്ചപ്പോൾ ഭൂമിയിൽ അകത്ത് വെച്ച് കൊല്ലരുത്, ഇല്ല, പകുതി ഭാഗം പുറത്താണ്. പുറത്ത് വെച്ച് കൊല്ലരുത്, പകുതി ഭാഗം അകത്താണ്. ഇനി എന്താ ചോദിച്ചു? ചെറിയൊരു വരം ബാക്കിയുണ്ട്, ഞാൻ സൃഷ്ടിച്ച 14 ലോകത്തിലും വെച്ച് കൊല്ലരുത് എന്ന് വരം വാങ്ങിയിട്ടുണ്ട്. ഈ ഉമ്മറപ്പടി ഭൂമിയിലാണ് കിടക്കുന്നത്. ഇവൻ ഭൂമി ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ്. വേഗം ഭഗവാൻ എന്ത് ചെയ്തു? ആ ഹിരണ്യകശിപുവിനെ 2 കൈ കൊണ്ട് അങ്ങോട്ട് തൂക്കിയെടുത്ത് ആ അമ്രപ്പടിക്ക് അങ്ങ് കയറിയിരുന്ന് ആ മടിയിലേക്ക് അങ്ങോട്ട് വെച്ചു. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണോ എൻ്റെ മടിത്തട്ട്? അല്ല എന്ന് പറഞ്ഞു. ഭഗവാന്റെ ആ നാഭിയിൽ നിന്നല്ലേ ഞാൻ ഉണ്ടായത്. അപ്പോൾ ഭഗവാന്റെ മടിത്തട്ട് ഈ ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയല്ല. ഭഗവാന്റെ മടിയിൽ കിടന്നുകൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ ആ മാറിലേക്ക് നഖങ്ങൾ ഇറക്കി 2 ഭാഗത്തേക്കും കീറി വലിച്ചപ്പോഴേക്കും കുടുകുടാ ചോര അങ്ങനെ നരസിംഹമൂർത്തിയുടെ മുഖത്തങ്ങനെ രക്തമംഗലമായിട്ട് മാറി. ആ നരസിംഹമൂർത്തിയും ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ ശരീരത്തിലേക്ക് അങ്ങനെ കൈയിട്ട് ഹൃദയത്തെ അങ്ങനെ എടുത്ത് തൻ്റെ മറുകൈയിൽ പിടിച്ചു. കുടൽമാല എടുത്ത് തൻ്റെ കഴുത്തിലണിഞ്ഞ് ആ അട്ടഹസിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ ശരീരം വലിച്ചെറിഞ്ഞ് ഉഗ്രമൂർത്തിയായി നിൽക്കുന്ന ആ ഒരു നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ബ്രഹ്മാവ് ചെന്നിട്ട് പതുക്കെ സ്തുതിക്കാൻ നോക്കി. ഭഗവാൻ ശാന്തനായില്ല. മഹാദേവനും ഇന്ദ്രനും മറ്റു ദേവന്മാരും മഹർഷിമാരും ചാരണന്മാരും വിദ്യാധരന്മാരും നാഗങ്ങളും പിതൃക്കളും എല്ലാവരും ചെന്ന് സ്തുതിച്ച് നോക്കി. ആര് സ്തുതിച്ചിട്ടും ശാന്തനാവണില്ല. അവസാനം മഹാലക്ഷ്മി വന്ന് സ്തുതിക്കാൻ നോക്കി. മഹാലക്ഷ്മി വന്നിട്ടും സാക്ഷാൽ ശ്രീ പ്രേഷിത മഹാലക്ഷ്മി വന്നിട്ടും ഭഗവാൻ ശാന്തനാവണില്ല. അപ്പോഴാണ് ബ്രഹ്മാവും മഹാലക്ഷ്മിയും കൂടി ആലോചിച്ചിട്ട് ആർക്ക് വേണ്ടിയാണ് ഈ അവതാരം? ഉണ്ണിയായ പ്രഹ്ലാദന് വേണ്ടി. പ്രഹ്ലാദ പോയി സ്തുതിക്കൂ എന്ന് പറഞ്ഞു. പ്രഹ്ലാദന ഭഗവാനെ പോയി നമസ്കരിച്ചു. പ്രഹ്ലാദൻ്റെ ആ ഒരു കരസ്പർശം കൊണ്ട് ഭഗവാൻ ശാന്തനായിട്ട് മാറി. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രഹ്ലാദൻ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ശാന്താകാരം ഭുജഗഹേനം, ശാന്താകാരനായിട്ടുള്ള ഭഗവാന്റെ ആ നരസിംഹമൂർത്തിയുടെ മുഖം ഗൗരഭാവമൊക്കെ മാറി കാരുണ്യം പൊഴിക്കുന്നതായിട്ടുള്ള ആ ഒരു നോട്ടം. ശാന്താകാരമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു രൂപം സിംഹത്തിൻ്റെ ആണെങ്കിലും ആ ശാന്തതയാണ്. വേഗം പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വെച്ചു. ഭഗവാൻ ശാന്തനായി എന്ന് കണ്ടപ്പോൾ ദേവന്മാരൊക്കെ അടുത്തേക്ക് ചെന്നു. എന്താ പ്രഹ്ലാദനോട് പറയണമെന്ന് കേൾക്കണ്ടേ? പ്രഹ്ലാദൻ എന്താ പറയണമെന്ന് കേൾക്കണ്ടേ? ആ വേഗം മഹാലക്ഷ്മി എന്നിട്ട് ഭഗവാന്റെ ആ ഒരു തുടയിലാണ് കയറിയിരുന്നത്രേ. ശാന്തനായപ്പോൾ ആ മഹാലക്ഷ്മിയെ മടിയിലിരുത്തിക്കൊണ്ടിരിക്കുന്ന നരസിംഹമൂർത്തി ബ്രഹ്മാവ് മഹാദേവൻ തുടങ്ങിയ ദേവന്മാരൊക്കെ ചുറ്റും നിൽക്കണു. തൊട്ടടുത്ത് ഭഗവാനെ തൊഴുതുകൊണ്ട് പ്രഹ്ലാദൻ നിൽക്കണു. പ്രഹ്ലാദൻ ചോദിക്കണു, ഭഗവാനെ ബ്രഹ്മാദി ദേവന്മാരൊക്കെ വന്ന് സ്തുതിച്ചിട്ടും ശാന്തനാവാത്ത അവിടുന്ന് ഞാൻ സ്തുതിച്ച ശാന്തനാവുമോ? ആവുമെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഭഗവാൻ തൻ്റെ മുമ്പിൽ വരുന്നവരുടെ സമ്പത്തോ അഭിജാത്യമോ സൗന്ദര്യമോ അധികാരമോ അവരുടെ പാണ്ഡിത്യമോ ഒന്നും നോക്കാറില്ല. ഭക്തിയാതുദോഷ ഭഗവാൻ ഗജയൂഥപായ, ഭക്തി മാത്രമേ നോക്കാറുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഭഗവാനെ എനിക്ക് ഭഗവാന്റെ രൂപം കണ്ടിട്ട് പേടിയൊന്നുമില്ല. പക്ഷേ ഇനി പേടിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നരസിംഹമൂർത്തിയുടെ രൂപം ധ്യാനിച്ചാൽ അവരുടെ പേടിയൊക്കെ കൊടുക്കാമെന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാനെ 2 കാര്യമാണ് ലോകത്തിലെ എല്ലാവരുടെയും ദുഃഖത്തിന് കാരണം. യസ്മാത് പ്രിയ അപ്രിയ വിയോഗസ യോഗജന്മ ശോകാഗ്നിന സകലയോനിഷു ദഹ്യമാന. അവനവന് ഇഷ്ടപ്പെട്ടത് വിട്ടുപോവുക, ഇഷ്ടമില്ലാത്തത് അടുത്തേക്ക് വരിക. ഇതാണ് എല്ലാവരുടെയും ദുഃഖത്തിന് കാരണം. ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ഭഗവാനെ ഇഷ്ടപ്പെട്ടാൽ മതി, എന്നാൽ ഈ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. ഭഗവാനെ അവിടുന്ന് 2 കൈയും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചില്ലേ? ഈ ഒരു അനുഗ്രഹം ആർക്കാ കിട്ടിയിട്ടുള്ളത് ചോദിക്കുകയാണ്.
അച്ഛനമ്മമാരാണ് രക്ഷാ കുട്ടികൾക്ക് എന്ന് വിചാരിക്കണോ? ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ല. രോഗിക്ക് മരുന്നാണ് രക്ഷ എന്ന് വിചാരിക്കണോ? മരുന്ന് കഴിച്ചാൽ എല്ലാവരും രക്ഷപ്പെടുന്നുണ്ടോ? ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. വെള്ളത്തിൽ മുങ്ങുന്നവന് തോണിയല്ല രക്ഷ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇങ്ങനെ പ്രഹ്ലാദൻ ഭംഗിയായിട്ട് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ സന്തോഷമായി. എന്ത് വരാ വേണ്ടത് ചോദിച്ചു. ഒന്നും വേണ്ട ഭഗവാനെ, ഭഗവാനിൽ ഭക്തി മാത്രം മതി. എന്തെങ്കിലും ചോദിക്കൂ. അച്ഛന് സദ്ഗതി കൊടുക്കണം എന്ന് പറഞ്ഞു. 21 തലമുറയ്ക്ക് സദ്ഗതി കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ബ്രഹ്മാവും വന്ന് ഭഗവാനെ സ്തുതിച്ചു. ബ്രഹ്മാവേ, ഇതുപോലെയൊന്നും ആർക്കും വരം കൊടുത്ത് വിഷമത്തിലാക്കരുതേ എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെയും പറഞ്ഞു അയച്ചു. ഭഗവാൻ തൻ്റെ രൂപത്തെ മറച്ചു. ബ്രഹ്മാവ് അവിടെ ഹിരണ്യകശിപു സംസ്കാര കർമ്മങ്ങളൊക്കെ പ്രഹ്ലാദനെ കൊണ്ട്, അല്ലെ, മൂത്ത മകൻ ആഹ്ലാദനാണ്, എന്നാലും പ്രഹ്ലാദനെ കൊണ്ടാണ് അതൊക്കെ ചെയ്യിച്ചത്. സദ്ഗതി കിട്ടിക്കഴിഞ്ഞു ഹിരണ്യകശിപുവിന്. അല്ല, തലമുറയ്ക്ക് മുഴുവൻ പ്രഹ്ലാദനെ രാജാവാക്കി. പറയുകയാണ് നാരദ മഹർഷി, യുധിഷ്ഠിരാ, നിങ്ങളിവിടെ കാല് കഴിച്ച കൃഷ്ണനില്ലേ, ഈ കൃഷ്ണനാണ് അന്ന് നരസിംഹമൂർത്തിയായിട്ട് മാറിയത് എന്ന് പറഞ്ഞപ്പോൾ ആ കൃഷ്ണനെ വല്ലാണ്ട് നോക്കുകയാണത്രേ ആ പാണ്ഡവന്മാർ. ഇങ്ങനെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഇത്രയധികം ഗൗരവമായിട്ടുള്ള അവതാരം സ്വീകരിച്ച ആ ഒരു നരസിംഹമൂർത്തി എന്ന് പറയുന്നത് ഈ കൃഷ്ണനാണെന്നോ? ഞങ്ങളുടെ അമ്മാവൻ്റെ മകനായിട്ടുള്ള കൃഷ്ണൻ. ഈ കൃഷ്ണൻ്റെ മഹത്വം ഒന്നും അറിയില്ല കേട്ടോ. ഭക്തന്മാർക്ക് വേണ്ടി എത്രയെത്ര അവതാരമാണ് ഭഗവാൻ എടുത്തിട്ടുള്ളത്. സപ്താഹത്തിൻ്റെ നാളെ 4-ാം ദിവസം രാവിലെ മുതൽ തന്നെ ഭഗവാന്റെ അവതാരം ഗജേന്ദ്രമോക്ഷത്തിന് വേണ്ടിയിട്ട് ഗജേന്ദ്രനെ അനുഗ്രഹിക്കാൻ വരുന്ന അവതാരത്തോടുകൂടി തുടങ്ങി പാലാഴി സമയത്ത് അനവധി അവതാരങ്ങൾ. കൂർമാവതാരം, ധന്വന്തിരി അവതാരം, മഹാദേവൻ കാളകൂടം വിഷം കഴിക്കണത്, അതുപോലെ അജിതാവതാരം, മോഹിനി അവതാരം, വാമനാവതാരം, മത്സ്യാവതാരം, ശ്രീരാമാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരവും കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമുക്ക് കൃഷ്ണാവതാരവും പാരായണം ചെയ്യണം. ആ നരസിംഹാവതാര കഥയും കൂടി കുറച്ച് പേര് കേൾക്കാനായിട്ട് ഇരിക്കുക. കാരണം ആ കഥ ചുരുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സമയം 7 മണിയായി. നമുക്ക് സാധാരണ 6:30 ആകുമ്പോഴേക്ക് നിർത്താറുള്ളതാണ്. ആ നരസിംഹാവതാര കഥ കൂടി കേൾക്കാനായിട്ട് കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ട്, ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ആ കഥ ചുരുക്കാണ്ടേതായാലും പറഞ്ഞത്. ഭഗവാന്റെ പാദത്തിൽ ഇന്നത്തെ യജ്ഞം സമർപ്പിച്ച് നമുക്ക് നമസ്കരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുഭവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ശാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരി ശരണം മേ തവ ചരണയുഗം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവതഃ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കർമ്മജം കായജം വാ ശ്രമമേനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവശിവകരുണാബ്ധേ. ശ്രീ മഹാദേവ ശംഭോ. ഏതാനും പിഴ ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്തിയിടിലും മാതാവാകിയ നീയൊഴിഞ്ഞാരുണ്ടത് പുറത്തിയിടുവാൻ. കാതോളം വിലസം നൽകടാക്ഷം കൊണ്ട് എന്നെ ക്ഷണം നോക്കിയാൽ ചേതം നിനക്ക് വന്നിടുമോ ശ്രീ കൽപ്പകശ്ശേരി ദേവും ശിവേ. അമ്മേ നാരായണ.